അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തും മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഏത്തിസ്റ്റുകൾ, ലിബറൽസ് ഒക്കെ നമ്മളുടെ രണ്ട് മൂന്ന് വീഡിയോസിന് വലിയ രീതിയിലുള്ള കമന്റ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരുടെ കമന്റ്സ് ഒക്കെ നോക്കിയിട്ട് അത് റിയാക്ട് ചെയ്യുക, അത് റെസ്പോണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അറിയുന്ന കാര്യമാണ്, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് മോറൽ വാല്യൂസ് ഇല്ലാത്തത് കൊണ്ട് വളരെ മോശമായ രീതിയിലാണ് കമന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാ കമന്റ്സും നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ ആ വീഡിയോസിലെ കമന്റ്സ് ഒക്കെ ബീപ്പ് സൗണ്ട് ഇട്ടിട്ട്, നമ്മുടെ സിനിമയിലൊക്കെ ഉണ്ടാവുള്ളൂ തെറി പറയുമ്പോൾ ബീപ്പ് ബീപ്പ്, ആ സൗണ്ട് ഇട്ടിട്ട് വേണമെങ്കിൽ ഒന്ന് രണ്ട് കമന്റുകളൊക്കെ വായിക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മള് പ്രത്യേകിച്ച് നമ്മൾ ഒരു പബ്ലിക് റെസ്പോൺസ് വീഡിയോ ചെയ്തിരുന്നു. ഈ പബ്ലിക് റെസ്പോൺസ് വീഡിയോ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം എഴുതി വെച്ചിരുന്നു, അതില് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള കുട്ടികളെ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ പങ്കെടുത്തിരുന്നു. ആ പെൺകുട്ടികളെ കുറിച്ചൊന്നും മോശം പറയരുത് എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്ക്ലൈമർ ഞാൻ എഴുതി വെച്ചതാണ് അവിടെ. എന്നിട്ട് പോലും അവിടെ കമന്റിൽ ആങ്കറിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ആ പെൺകുട്ടികളെ കുറിച്ചൊക്കെ വളരെ മോശമായ രീതിയിലുള്ള കമന്റ്സുകളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇവരുടെ കമന്റ് വന്നുകൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ ആലോചിച്ചു, ഓക്കെ, എന്തുകൊണ്ട് നമുക്ക് ഇവരുടെ കമന്റ്സ് റിയാക്ട് ചെയ്തുകൂടാ? അതിന് കാരണം ഇവരൊന്ന് എക്സ്പോസ് ചെയ്യണം. ഇവരുടെ ഒരു സ്നേഹം, സ്ത്രീകളോടുള്ള സ്നേഹം, ഇവർക്ക് ഒരു മനുഷ്യരോടുള്ള സ്നേഹം, ഇവരുടെ ആ ഒരു മാനവികത, ഇതൊക്കെ തുറന്നു കാട്ടണം എന്നുള്ളതിന്റെ ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഇത് ചെയ്യുന്നത്. അപ്പൊ റെഡി ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവരുടെ മാനവിക മൂല്യങ്ങളും അതേപോലെ തന്നെ ഇവരുടെ സദാചാര്യ മൂല്യങ്ങൾ ഇവരങ്ങനല്ലേ പറയാറ്. അതേപോലെ തന്നെ ഇവരുടെ ധാർമ്മിക മൂല്യങ്ങളൊക്കെ ഒന്ന് അളക്കാൻ ഇവരുടെ കമന്റ്സിലൂടെ പോയി കഴിഞ്ഞാൽ സാധിക്കുന്ന എനിക്ക് തോന്നുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് നോക്കി നോക്കാം. ദയനീയമായ ഒരു കാര്യം കൂടെ അതിനകത്തുണ്ട്. അല്ല, അതിനകത്ത് ദയനീയമായ ഒരു കാര്യം കൂടെ ഉണ്ട്. വേറൊന്നുമല്ല, ലിബറൽ മുഖം മൂടിയണിഞ്ഞ സംഘികളെയും കൃസംഘികളെയും പലപ്പോഴും നമുക്ക് ഇത്തരം കമന്റുകൾക്ക് താഴെ കാണാം എന്നുള്ളതാണ്. എപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മുസ്ലിം പേരോ അല്ലെങ്കിൽ മുസ്ലിമുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും വിഷയം, ഇസ്ലാമുമായി ബന്ധപ്പെട്ട എന്ത് വിഷയം വന്നാലും സ്ഥിരം വാക്കുകൾ, മദ്രസ പൊട്ടൻ, 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത മതം, പിന്നെ എന്താ പറയാ, 72 ഹൂറികൾ, ഇത്തരം മദ്യപ്പുഴ, ഇതൊക്കെ സ്ഥിരമായിട്ട് വരുന്ന കമന്റുകളുടെ മെയിൻ പോയിന്റുകളാണ്. സത്യത്തിൽ ഇപ്പൊ നിലവിൽ നമ്മളിത് കേൾക്കുമ്പോൾ വളരെ എന്താ പറയാ ചിരി വരുന്ന കുറെ കാര്യങ്ങളാണ്. പക്ഷെ എത്രത്തോളം വംശീയമാണ്, വർഗീയമാണ്, നിരീശ്വരവാദം എന്ന് പറയുന്ന ഒരു മുഖം മൂടി അണിഞ്ഞ ആളുകളിലൂടെ കാണുന്നത്. ഇതേ പ്രയോഗങ്ങൾ ഒരു ഹിന്ദുവോ അല്ലെങ്കിൽ ഒരു മുസ്ലിമോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയോ പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും അതിനെ വംശീയമായിട്ടും വർഗീയമായിട്ടും ചിന്തിക്കുന്ന മനുഷ്യൻ എന്ന് വിളിക്കുമെങ്കിൽ, ഇത്തരം വംശീയതയും വർഗീയതയും പറയുന്നതിന് വേണ്ടി ഒരു മുഖം മൂടി അണിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അത് വംശീയമല്ല, വർഗീയതയല്ല, ഒരിക്കലുമല്ല. എന്നുണ്ടെങ്കിൽ അത് നിരീശ്വരവാദം മാത്രമാണ്. നിരീശ്വരവാദിയായാൽ അയാൾക്ക് എന്തും പറയാം. അത് വംശീയതയല്ല, വർഗീയതയല്ല, സ്ത്രീ വിരുദ്ധതയല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യമേ ഇത് പറയുന്നതിന് മുമ്പ്, ഈ കമന്റുകൾ വായിക്കുന്നതിന് മുമ്പേ പറയുകയാണ്, നിരീശ്വരവാദി ആയതുകൊണ്ട് തന്നെ അവരാരും വംശീയവാദികളല്ല എന്നൊരു കോട്ടിനകത്ത് നിർത്താൻ പറ്റുന്ന അവസ്ഥ ആയതുകൊണ്ട് തന്നെ ഈ കമന്റ് ഇടുന്നവരുടെ ഐഡന്റിറ്റിയും ഐഡിയോളജിക്കും അകത്ത് എവിടെയെങ്കിലും ക്രിസംഗി ചായ്വോ സംഘി ചായ്വോ തരുന്നുണ്ടെങ്കിൽ തികച്ചും യാദൃശ്ചികം മാത്രം. താങ്ക് യു. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാല്, തുടങ്ങാല്ലേ? ആ ഡിസ്ക്ലെയിമർ അത് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്തായാലും, അതുകൊണ്ട് പ്രത്യേകം എഴുതി വെക്കാട്ടോ. പിന്നെ ഇത് കേൾക്കുന്ന ആൾക്കാരോട് പ്രത്യേകം പറയുന്നത്, ഞാൻ വായിക്കാൻ പോകുന്ന ലിബറൽസിന്റെ കമന്റ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഹെഡ്സെറ്റ് ഉപയോഗിക്കാൻ മറക്കാതിരിക്കുക. ഹെഡ്സെറ്റ് ഉപയോഗിക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ സഹോദരി കൂടെ അമ്മയുടെ കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ മാറിയിരിക്കുക. കാരണം അവരുടെ കമന്റ് നമ്മൾ വായിക്കാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ ഹെഡ്സെറ്റ് ഉയരും കുഴപ്പമൊന്നുമില്ല. അത് ഒന്ന് ശ്രദ്ധിക്കണേ. ഞാൻ പ്രത്യേകം പറഞ്ഞതാ. ഞങ്ങൾ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതല്ല അല്ലെ. കമ്പനി മാറ്റി പിടിച്ചോ കുട്ടികൾക്ക്? കുട്ടികളോടൊപ്പം ഇരുന്ന കുഴപ്പമുണ്ടോന്ന് ചോദിക്കാം. അറിയില്ലെങ്കിൽ സീൻ ഇല്ല. അപ്പോ ഇത് നമ്മള് ഈ കമന്റ് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയത് അറിയാം, ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു നമുക്ക് ഈ കമന്റ് ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന്. ആ സമയത്ത് ഇത് തുടർച്ചയായിട്ട് വന്നപ്പോ നമ്മളോട് എന്തോ ഒരു വൈരാഗ്യമുള്ള പോലെയൊക്കെയാണ് കമന്റുകൾ കാണുന്നത് കേട്ടോ. അപ്പോ ഭയങ്കര വംശീയത, വർഗീയത, പക്ക വംശീയത. ഇങ്ങനെ വംശീയത പച്ചക്ക് വിളിച്ചു പറയാൻ എനിക്ക് തോന്നുന്നു ഒരു സാധാരണ തലക്കകത്ത് വെളിവുള്ള ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കൂല. ഒത്തിരി ബോധമുള്ളവന്മാര് ഇത്രത്തോളം വംശീയത വിളിച്ചു പറയില്ല. ഒന്നാമത്തെ എക്സാമ്പിൾ, ഞാൻ ഒന്ന് രണ്ട് കമന്റ്, ഏറ്റവും മോശയുടെ കമന്റ് വായിക്കാൻ പോകുന്നത്
അപ്പോ ഒന്നുകൂടി പറയണേ, ഹെഡ്സെറ്റ് വെക്കുക അല്ലെങ്കിൽ മാറിയിരിക്കുക. വായിക്കട്ടെ, ഒന്ന് വായിക്കട്ടെ. തുടങ്ങാം. ഓക്കെ. സ്വർഗത്തിൽ ഒരു പണി, ഒരു കമന്റ് ആണ് ഈ കമന്റ്. നമ്മള് മറ്റേ ആ ഒരു സ്ത്രീക്ക് നമ്മൾ റിപ്ലൈ കൊടുത്തിരുന്നു, സ്വർഗത്തിനെ കുറിച്ചിട്ടുള്ള, സ്വർഗത്തിലെ സ്ത്രീകൾക്ക് എന്താണുള്ളത്, സ്ത്രീകൾക്ക് ഒന്നുമില്ല എന്ന രീതിയിൽ അവര് പറഞ്ഞപ്പോ നമ്മളതിന് വളരെ മാന്യമായിട്ട് അവരെ കുറിച്ച് മോശം ഒന്നും പറയാതെ, അവരെ ഒന്നിലേക്കും ചേർത്ത് വെക്കാതെ നമ്മൾ ഇസ്ലാമികരമായിട്ടുള്ള ആൻസർ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ ഒരാൾ പോലും ആ സ്ത്രീയെ കുറിച്ച് മോശമായിട്ടൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. എനിക്ക് ഉറപ്പാണത്, ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഒരാൾ പോലും പറഞ്ഞിട്ടില്ല, അവിടെ കാണാൻ സാധിക്കില്ല. പക്ഷെ അതിന്റെ അടിയിൽ കമന്റ് വന്നതാ കേട്ടോ, സ്വർഗത്തിൽ 70 കൊല്ലമാണ്, 72 ഹൂറികളെ 5000 വർഷം വേണം. ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇവരെന്തുകൊണ്ടാ ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഉനൈസ് കേട്ടോ? അല്ല, നമ്മള് സാധാരണ എന്താ പറയാ, ഈ സ്വർഗത്തില് പുരുഷന്മാരുടെ കാര്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളുടെ കാര്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ സ്വർഗവാസികളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ പ്രവാചകന്റെ വൈവാഹിക ജീവിതത്തിൽ എങ്ങനെയായിരുന്നു പ്രവാചകൻ, അത് വിശ്വാസികൾക്കുള്ള ഉപദേശങ്ങളും വിശ്വാസികൾക്ക് അതിനകത്ത് മാർഗദർശനവും ഒക്കെ ആയിട്ടും വിശ്വാസികൾക്കുള്ള കാര്യങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ലിംഗം കൊണ്ട് ചിന്തിക്കുന്നവരാണ് എന്നുള്ളൊരു പ്രയോഗം നടത്താറുണ്ട്. എനിക്ക് മനസ്സിലാവാത്തത്, ലിബറലായി ചിന്തിക്കുന്ന ഫ്രീ തിങ്കറായ വ്യത്യസ്ത ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ അവന്റെ A to Z കാര്യങ്ങൾ എടുത്താൽ എല്ലാത്തിലും കാണുന്ന സംസാര ശൈലിയാണ് ഇപ്പൊ ഈ കമന്റിൽ. എല്ലാ സ്ഥലത്തും എന്തൊക്കെയൊക്കെ വേണമെങ്കിൽ പറയാം, അത് തെറ്റാണെന്ന് പറയാം. അങ്ങനെ പറയുന്നത് തന്നെ വിശ്വാസപരമായിട്ട് ആളുകൾ അങ്ങനെ നിലപാട് സ്വീകരിച്ചാൽ അതൊരു മോശം പ്രവൃത്തിയാണെന്ന് പറയാം. ഇതൊന്നും പറയാതെ പറഞ്ഞിട്ടുള്ളത്, അതിൽ ഒരു റൗണ്ട് പൂർത്തിയാകുന്നതിന് ഇത്ര സമയം എടുക്കുമെങ്കിൽ ഇത്ര എന്ത് മോശം ഇവർ ഈ തലച്ചോറ് എന്ന് പറയുന്ന സംഭവം ലിംഗം കൊണ്ട് ചിന്തിക്കുന്നു എന്നല്ല, തലച്ചോറിന് പകരം ലിംഗം അവിടെ കയറ്റി വെച്ചിട്ടുള്ള അവസ്ഥയാണ് സത്യത്തിൽ ഈ പ്രയോഗത്തിനകത്തൂടെ എനിക്ക് മനസ്സിലാവുന്നത്. ഇത് എനിക്ക് ജുനൈദെ, നമ്മളെ ഒരു ഇസ്ലാമിക് പ്രബോധകനുണ്ട്, അദ്ദേഹം പറയാറ് തിന്നുക, കുടിക്കുക, രസിക്കുക, രമിക്കുക, ഇതാണ് അവരുടെ ഒരു ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് അദ്ദേഹം പറയാറ്. എനിക്ക് തോന്നിയിട്ട് അതിന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് രമിക്കുക, 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 അതാണ് ഏറ്റവും കൂടുതൽ അത് ചിന്തിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ അൾട്ടിമേറ്റ് എയിമായിട്ട് കാണുന്നത് ലിഖാ ഉള്ളയാണ്. കഴിഞ്ഞ നമ്മുടെ റെക്കോർഡിങ് നമ്മളത് മറ്റേ കിട്ടാത്തോണ്ട് പോയതാണ്. ഞാനത് വിശദമായിട്ട് പറഞ്ഞിരുന്നു കഴിഞ്ഞ നമ്മളിരുന്നപ്പോ. ലിഖാ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണുക, അവന്റെ തിരുമുഖം ദർശിക്കുക, അവനോടൊപ്പം സംസാരിക്കുക. സ്വർഗത്തിലെ ഏറ്റവും മഹത്തായിട്ടുള്ള അനുഗ്രഹമായിട്ട് അള്ളാഹു താല നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യം അതാണ്. സ്വർഗ സ്ത്രീകളോ 72 ഹൂറികളോ അല്ലെങ്കിൽ മദ്യമോ സ്വർഗത്തിലെ വേറെന്തെങ്കിലും കൊട്ടാരങ്ങളോ അതൊന്നുമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നേരിട്ട് ദർശിക്കുക. ഈ പ്രപഞ്ചത്തെ പടച്ചവന്, പ്രപഞ്ചത്തിലെ 10,000-കണക്കിന് കോടിക്കണക്കിന് ഗാലക്സികളെ പടച്ചവൻ, നക്ഷത്രങ്ങളെ പടച്ചവൻ, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സസ്യലതാദികളെയും പടച്ചവൻ, അതിന്റെ എല്ലാത്തിന്റെയും എന്താ പറയുക, ബുദ്ധി കേന്ദ്രമായ ആ കരങ്ങൾക്കുടമയായവനെ നേരിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അതിൽ പരം വലിയൊരു ലക്ഷ്യം നമുക്കില്ല. ആ ലക്ഷ്യമാണ് ഇത്. ബാക്കിയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്നതെല്ലാം സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്, ഒരു സംശയമില്ല, ഓഫ് കോഴ്സ്. പക്ഷെ ഇവർ ചിന്തിക്കുന്ന എന്താണ്, ഈ ഒരു പെണ്ണ് കിട്ടാൻ വേണ്ടി മാത്രമാണ് സുജൂദ് ചെയ്യുന്നതും റുക്കൂ ചെയ്യുന്നതും ഹജ്ജിന് പോകുന്നതും സദക്ക കൊടുക്കുന്നതും ബാക്കി നരകത്തിൽ പോകുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുന്നത് സ്വർഗത്തിൽ പോയിട്ട് പെണ്ണ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നാ. നിങ്ങൾ ആലോചിച്ചോക്കെ എന്തുമാത്രം കുടുസായ ചിന്തയാണിതെന്ന്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ആഡ് ചെയ്യേണ്ടത് ഒറ്റ കാര്യം പറയാനുള്ളത്, അത് കേട്ടുകൊണ്ടിരിക്കുന്ന അവിടെ പറയാനുള്ളത്, ഞാൻ ഈ വായിച്ച കമന്റിന്റെ ഞാൻ അവിടെ ബീപ്പ് സൗണ്ട് ഇടും. ഓക്കെ, അതുകൊണ്ട് പേടിക്കണ്ട, ഞാൻ പ്രത്യേകം പറയാണ്. ബീപ്പ് സൗണ്ട് ഇട്ടിട്ട് അവരെ കമന്റ് വായിക്കുക. അപ്പൊ ഞങ്ങൾ കിട്ടിയ ഞങ്ങളെ കേട്ട അതേപോലെ നിങ്ങൾ കേൾക്കണമെന്നില്ല. ഞാൻ കമന്റ് എന്ത് ചെയ്യാം, ഞാൻ കമന്റ് സൈഡിൽ ഞാൻ ഇങ്ങനെ കാണിക്കാം.
ആ അല്ലെ? അൺപാർലമെന്ററി ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ അത് ബ്ലർ ചെയ്തിട്ട് കാണിച്ചാൽ മതി. അതെ അതെ, എനിക്ക് അത്ര പറ്റുള്ളൂ. നമ്മളെ കൊണ്ട് അങ്ങനെ നമ്മളെ മോറൽ വാല്യൂസ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. സോറി, ഒന്നും വിചാരിക്കരുത്, ഫാസിൽക്ക തെറ്റ് തുടരുക. പറ്റിപ്പോയി. ആ അതെ സ്വർഗത്തിനെ അതെ കുറിച്ച് ഇപ്പൊ നേരത്തെ ഫാസിൽക്ക പറഞ്ഞതിനോട് ഒരു ചെറിയ കാര്യം ആഡ് ചെയ്യുന്നു. വേറെ ഒന്നല്ല, നമ്മള് വിശ്വാസിയായിരിക്കുന്ന ഒരു മനുഷ്യൻ ഈ ചെറിയ മദ്രസ തുടങ്ങി ഇവിടം വരെ പഠിക്കുന്നതിൽ ഏറ്റവും കോർ ആയിട്ടുള്ള രണ്ട് കാര്യമാണ് ഇസ്ലാം കാര്യം, ഇമാൻ കാര്യം. ചെറുപ്പം രണ്ട് സാധനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സെക്ഷുവലി ചിന്തിക്കാൻ വേണ്ടിയുള്ള ഒരു കണ്ടന്റ് പോലും ഇല്ല. ഇപ്പൊ സാധാരണ വിശ്വാസികളല്ലാത്ത ആൾക്കാരുണ്ട് ഇത് കേൾക്കുമ്പോൾ ശരിക്കും മനസ്സിലാണ്. ഇസ്ലാം കാര്യം എന്ന് പറയുമ്പോൾ എന്താ, ഷഹാദത്ത് കലിമം നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അത് മനസ്സറിഞ്ഞ് നമ്മൾ വിശ്വാസം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അത് ചൊല്ലുന്ന കാര്യം. അതറിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾ ഇസ്ലാം മത വിശ്വാസിയാവുന്നതിന്റെ ബേസ് ആണ്. അതുപോലെ തന്നെ നിസ്കരിക്കുക എന്നുള്ളത്, സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്, റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത്, പിന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ ഉയർന്നു നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ നമ്മൾ പോയി ഹജ്ജ് ചെയ്യാൻ പറ്റുക, അത് കാര്യം. ഇതാണ് ഇസ്ലാം കാര്യം എന്ന് പറഞ്ഞാൽ. ബേസിക് ആണ് കേട്ടോ, ഏറ്റവും ബേസിക്. അതായത് കൊച്ചു കുട്ടികൾ പോലെ ഇന്ന് വലിയ ആൾക്കാർ വരെ ഒരു മുസ്ലിം ആയിരിക്കണമെങ്കിൽ മിനിമം പാലിക്കേണ്ട മര്യാദകളാണ്. അപ്പൊ ഇതിനകത്ത് ഈമാൻ കാര്യമായിട്ട് കാണുന്നത്, അതായത് നമ്മുടെ വിശ്വാസ സംഹിതയായിട്ട് മുസ്ലിം വിശ്വാസ സംഹിതയായിട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ് അള്ളാഹുവിനുള്ള വിശ്വാസം. അള്ളാഹിനെ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ള കാര്യം, അള്ളാഹുവിന്റെ മലക്കുകളിൽ മാലാഖമാരിൽ വിശ്വസിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളായിട്ടുള്ളത് ഈ മുൻകാല വേദഗ്രന്ഥങ്ങളും പിന്നെ ഖുർആനും അടക്കമുള്ള വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളത്, അള്ളാഹുവിന്റെ എന്താ പറയാ നബിമാരില് പ്രവാചകന്മാരിൽ അംഗീകരിക്കുക വിശ്വസിക്കുക എന്നുള്ളത്. അവരെല്ലാം വിശ്വാസ സംഹിതയുടെ ഭാഗം. അവരെല്ലാവരും ദൈവത്തിൽ നിന്ന് അയക്കപ്പെട്ടതാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം, ജീസസ്, ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും ദൈവത്തിൽ നിന്ന് അയക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കുക. പിന്നെ അവസാന ദിവസം എല്ലാത്തിനും ചോദ്യം ചെയ്യപ്പെടുന്ന അവസാന ദിവസം ഉണ്ടാവും എന്നുള്ള വിശ്വാസം. അതുപോലെ തന്നെ വിധിയിൽ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളുടെ വിധിയിലുള്ള വിശ്വാസം. ഇത്തരമുള്ള വിശ്വാസ സംഹിതകളും ഇതുപോലെ തന്നെ ഇസ്ലാം കാര്യം എന്ന് പറഞ്ഞ് നമ്മൾ അംഗീകരിച്ച് ദൈനംദിന ജീവിതത്തിൽ പാലിക്കുന്ന കാര്യങ്ങളും ഒന്നും തന്നെ ഒരു സ്ഥലത്ത് പോലും ഈ പറയുന്ന സെക്ഷുവലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രവൃത്തി പോലും ഇല്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ മെൻഷൻ ചെയ്യുന്ന പോലും ഇല്ല, ഒരു സ്ഥലത്ത് പോലും മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷെ ലിംഗം കൊണ്ട് ചിന്തിക്കുന്നവനെന്ന് പറയാം. എങ്ങനെ? എന്നിട്ട് മൈത്രേനെ പോലുള്ള ആളുകൾ പബ്ലിക്കായിട്ട് ഇരുന്നിട്ട് പറയാ, എന്താ പറയാ, സ്വന്തം ഭാര്യനെ എടുത്തിട്ട് പറയാ, നിങ്ങൾ ഇവർ വേറെ ആരെങ്കിലും കൂടെ പോയി കിടന്നാൽ എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പബ്ലിക്കായിട്ട് പറയുന്ന ആൾക്കാരിരിക്കുക. സത്യത്തിൽ വിരോധാഭാസമാണ്. ലിംഗം കൊണ്ട് തലയിൽ കൊണ്ടുവന്ന് ലിംഗം വെച്ചുകൊണ്ട് അതേ ലിംഗം തലച്ചോറിനകത്ത് വെച്ച് ചിന്തിച്ചുകൊണ്ട് അതേ കാര്യം പറയാം. എക്സ്പെഷ്യലി പറയേണ്ട ഒരു കാര്യമുണ്ട്, LGBTQ ആക്ടിവിസത്തിനെയൊക്കെ പച്ചയ്ക്ക് അങ്ങോട്ട് അംഗീകരിക്കുക. ഈ ലിബറൽ സെക്ഷൽ ലിബറേഷൻ എന്ന് പറയുന്ന സംഭവം ഇവരുടെ സംഭാവനയാണ്, സൊസൈറ്റിക്ക് ഇവർ കൊടുത്തതാണ്, ഒരു മതവിശ്വാസിയും കൊടുത്തല്ല, ലിബറൽസ് കൊണ്ട് കൊടുത്തതാണ് സെക്ഷൽ ലിബറേഷൻ, പൊർണോഗ്രഫി. അതെ, ഇതെല്ലാം കൊടുത്തിട്ട് ഇവര് ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെ തലയിൽ കൊണ്ടുവന്ന് ആരോപിക്കുക. അതാണ് സത്യത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ ഇതൊന്നും നമ്മൾ പഠിപ്പിക്കപ്പെടുന്നില്ല പറയുമ്പോ, ഞാനൊക്കെ ഒരു നമ്മുടെ ഭൂരിപക്ഷമായിട്ട് വരുന്ന ഒരു സംഘടനയുടെ മദ്രസയിലാണ് പഠിച്ചിട്ടുള്ളത്. ഞാൻ ഹൂർലൈനിൽ നിന്ന് ആദ്യമായിട്ട് കേൾക്കുന്നത് ഈ പറഞ്ഞ യുക്തിവാദികളുടെ അടുത്തുനിന്നാണ്. അതൊരു സത്യാവസ്ഥയാണ്. അതൊക്കെ സംഭവം എന്താ പറയുക, നമ്മൾ പഠിക്കുന്നത് നിസ്കരിക്കുന്നത് എങ്ങനെ, പ്രാർത്ഥിക്കുന്നത് എങ്ങനെ, അതുപോലത്തെ നമ്മൾ ഉമ്മാനുപ്പാൻ കടമകൾ എന്തൊക്കെയാണ്, ഉപ്പാനോട് ഉമ്മാനോട് ചേർന്ന് പോലും പറയാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധം കീപ്പ് ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിന്റെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അപ്പൊ കുടുംബ ബന്ധങ്ങൾ കീപ്പ് ചെയ്യണം, ഒരാളെ കാണുമ്പോൾ സലാം പറയണം. ഇപ്പൊ നമ്മുടെ മദ്രസയിൽ ചില പ്രോഗ്രാംസ് ഉണ്ടാവും, മുറ്റത്ത് അവിടെ വേസ്റ്റുകളൊക്കെ ഉണ്ട്, അത് റിമൂവ് ചെയ്യുന്ന പ്രോഗ്രാം, റോട്ടിൽ ഇറങ്ങി വേസ്റ്റ് റിമൂവ് ചെയ്ത്, അതുപോലെ തന്നെ കാട് വെട്ടി തെളിക്കുക, ഇങ്ങനെയൊക്കെ ഓരോ പ്രോഗ്രാംസ് ചെയ്യുക. നമ്മൾ ഇതിലേക്കാണ് നമ്മൾ മുഴുകിയത് ആ സമയത്ത്. നമ്മളല്ലാതെ ഇവര് പറയുന്ന ഈ ഒരു രീതിയിലല്ല ചിന്തിച്ചിട്ടുള്ളത്. സോറി പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം പഠിക്കും, നമ്മുടെ നബിമാരുടെ ചരിത്രം പഠിക്കും, കർമ്മശാസ്ത്രപരമായ കാര്യം പഠിക്കും, ഭാഷ പഠിക്കും, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ പെട്ട കാര്യം അല്ല, ഇവരുടെ വ്യാഖ്യാനത്തിലെ വേറൊരു കാര്യമുണ്ട്. ഇവര് വിചാരിക്കുന്നത് മദ്രസയിൽ പഠിപ്പിക്കുന്നത് എങ്ങനെ ബോംബ് പൊട്ടിത്തെറിച്ച് മരിക്കാം, അതുപോലെ അന്യമതവിശ്വാസിയെ എപ്പോ വെച്ച് കണ്ടെടുത്ത് വെച്ച് കൊല്ലാം, ഇതൊക്കെയാണ് പറയുന്നത്. എന്റെ ചെറുപ്പത്തിൽ ഞാൻ മദ്രസയിൽ പോയിട്ടാണ് ആദ്യം പഠിച്ചത് അസ്സലാമു അലൈക്കും വലൈക്കും സലാം. മറ്റേ ഇതിനകത്ത് മാമുക്കോയ പറയല്ലേ മതി മതി. അതുപോലെ സലാം പറയുന്ന കാര്യം മുതൽ, നഖം വെട്ടുന്ന കാര്യം മുതൽ, ദിവസം കുളിക്കുന്ന വിഷയം, ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെയുള്ള ബേസിക് കാര്യങ്ങൾ. എല്ലാ ദിവസവും കുളിക്കണം, നല്ല വസ്ത്രം ധരിക്കണം, മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറണം, അഗതികളോട് കരുണ കാണിക്കണം, ഉസ്താദുമാരോട് നമ്മളെ പഠിപ്പിക്കുന്ന ആളുകളോട് നല്ല രീതിയിൽ സഹവർത്തിക്കണം. ഇവൻ നഖം വെട്ടുന്ന കാര്യം, കുളിക്കുന്ന കാര്യം വിഷയിക്കണം. പക്ഷെ ഇവര് മദ്രസ പൊട്ടെന്ന് വെച്ചിട്ടാണ് വെച്ച് കെട്ടുന്നത് ഭീകരവാദവും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കണെന്ന. എനിവേ ബാക്കി കാര്യങ്ങൾ അടുത്ത കമന്റിലേക്ക് പോകുന്നു.
നമുക്ക് കിട്ടുന്ന ഇതിലൊരു കാര്യം കൂടി ആഡ് ചെയ്യാണ്. നമുക്ക് കിട്ടുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മുടെ സ്വഭാവവും നമ്മുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താ? നമ്മൾ നബിമാരുടെ ചരിത്രം, സ്വാലിഹീങ്ങളുടെ ചരിത്രം, സലഫുകളുടെ മുൻഗാമികളുടെ ചരിത്രമൊക്കെയാണ് പഠിക്കുന്നത്. അത് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ. പക്ഷെ ഇവര് മൈത്രേന്റെ ക്ലാസ് ഒക്കെ കേൾക്കുന്നത്, അതിന് അവർക്ക് കിട്ടുന്നത് ആ രീതിയിലാണ്. അപ്പൊ ആ രീതിയിലേ അവർക്ക് കമന്റ് അടിക്കാൻ കഴിയുള്ളൂ. അത് നിങ്ങൾ ആ കാര്യം കൂടി മണിപ്രസാദിനെ മറന്നു പോരുതേ. മണിപ്രസാദിനെ പോലെയുള്ള ആൾക്കാരെ, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉള്ളൂ ഇവർക്ക് കിട്ടുക. സ്വാഭാവികതയാണത്. അതെ അതെ, അത് കറക്റ്റ് ആണ്. കാരണം നമ്മൾ എന്താണോ അല്ലെ, നമ്മളെ കയ്യിൽ എന്ത് എത്തുന്നുള്ളൂ അതല്ലേ നമുക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുള്ളൂ. ഒരു കണ്ണാടി മിറർ പോലെയാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് കിട്ടുന്ന സാധനങ്ങൾ അതൊക്കെയാണ്. അതുകൊണ്ടാണ് അപ്പൊ നിങ്ങള് അതൊന്ന് മാറി നിന്നാൽ ഒരു പക്ഷേ ഒന്ന് വയസ്സായിട്ടുണ്ടാകും, പ്രായമായി സമയമുണ്ടോ എന്ന് അറിയില്ല, എന്നാലും ഒന്ന് മാറി നിന്നാൽ ചിലപ്പോ ഈ ചിന്ത തലച്ചോറിൽ ഇങ്ങനെ ഈ സ്ത്രീകളെ കുറിച്ച് അവിടെ നടത്തുന്ന പരിപാടിയെ കുറിച്ച് മാത്രമല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാൻ പറ്റും. വേറെ എന്തെങ്കിലുമൊക്കെ അറ്റ്ലീസ്റ്റ് അടുപ്പത്ത് ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിളച്ചോന്നിന് ചിന്തിക്കുക. അവിടെയും സെക്സ് കൊണ്ടേ വെക്കരുത് മാത്രം പറയേണ്ടത്. ഫാസിലിക്ക എന്തിനും അടിയാണ്ടോ? അതുകൊണ്ട് അടുത്ത കമന്റിലേക്ക് പോവാം. അല്ലെങ്കിൽ ഇല്ല, ഇത് ഇത്ര തന്നെ ഉള്ളൂ. ഇവര് സ്വർഗത്തെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഇവരൊക്കെ മറ്റേ പണിക്ക് വേണ്ടി അതിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക. മദ്രസ മുതലേ അത് പഠിപ്പിച്ച് അവിടെ കുറെ പെണ്ണുങ്ങളുണ്ട്, അപ്പൊ അത് കിട്ടും. ഇപ്പൊ എനിക്കൊക്കെ ഞാൻ വ്യക്തിപരമായിട്ട് ഇപ്പൊ ഞാൻ ഇസ്ലാം പഠിച്ചപ്പോഴും ഞാൻ ഉസ്താദുമാരൊന്ന് കേട്ട് പഠിച്ചപ്പോഴും ഇപ്പോ എനിക്കെല്ലാം ഏറ്റവും ത്രില്ല് തോന്നിയിട്ടുള്ളത് ഞാൻ പറയട്ടെ. എന്താ സംഭവിച്ചാല് ഇപ്പോ സ്വർഗ സ്ത്രീകളെ കുറിച്ച് ഖുറാനിലുണ്ട്, അതേപോലെ തന്നെ സ്വർഗത്തിലെ പല അനുഗ്രഹങ്ങളെ കുറിച്ചുണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും എനിക്ക് ത്രില്ലിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഞാനെന്ന് പറഞ്ഞല്ലോ, ആ ഖുറാനിലെ മറ്റേ ഒരു ഹദീസിലെ ഒരു ഭാഗമുണ്ട്, ഒരു അതെ അതെ എക്സാക്ട്ലി, സ്വർഗത്തിലെ തോട്ടത്തിൽ ഇരുന്നിട്ട് അവിടുത്തെ പാനീയങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു അശരീരി കേൾക്കുന്നതാണ് അല്ലേ. അപ്പോ ഒരു പ്രകാശം വരുന്നതാണ്. അപ്പൊ അവര് ചോദിക്കും, ഇത് എന്താണ് ഇത് അള്ളാഹു ആണോ ഈ വരുന്നത്? അപ്പൊ അല്ല, അള്ളാഹുവിന്റെ വരവറിയിക്കുന്ന ഒരു പ്രകാശമാണെന്ന് പറയും. എന്നിട്ട് അതിനുശേഷം ആ പ്രകാശം അടുത്തടുത്ത് ഇങ്ങനെ വരും. അങ്ങനെ അതിൽ നിന്നൊരു അശരീരി കേൾക്കും. അതിൽ നിന്ന് ഒരു ചോദ്യം വരും, നിങ്ങൾ തൃപ്തരാണോ, നിങ്ങൾ സംതൃപ്തരാണോ? അപ്പോ അള്ളാഹു, ഇതിൽ പരം ഞങ്ങൾ എങ്ങനെയാ സംതൃപ്തരാവാതിരിക്കുക? ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ഇത്രയും വലിയ കൊട്ടാര സമാനമായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകി. അങ്ങനെ കുറച്ച് സംസാരിച്ചതിന് ശേഷം ആ മനുഷ്യരും സ്വർഗത്തിലെ തോട്ടത്തിലിരിക്കുന്ന ഇന്ന് പാനീയം കുടിക്കുന്ന മനുഷ്യരും ആ പ്രകാശവും തമ്മിലുള്ള മറ നീക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് അവരെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. അതിനെ കുറിച്ച് ഹദീസ് പറഞ്ഞത് സതറൗനഹും കമാ തറ സൂറത്തുൽ ബദരി സൂറത്തുൽ ഖമരി ലൈലത്തുൽ ബദർ എന്ന് പറഞ്ഞ പൂർണ്ണ ചന്ദ്രനെ ഒരു ആകാശത്ത് നിങ്ങൾ ഒരു തിക്കും തിരക്കും കൂട്ടാതെ തന്നെ നമുക്ക് കാണാലോ. ഏത് രൂപത്തിൽ വ്യക്തമായിട്ടാണോ നിങ്ങൾ പൂർണ്ണ ചന്ദ്രനെ കാണുക, അതുപോലെ വ്യക്തമായി അള്ളാഹുവിന്റെ മുഖം നിങ്ങൾ ദർശിക്കുന്നതാണ്. അപ്പൊ അതൊക്കെയാണ് നമ്മളൊക്കെ ത്രില്ലടിപ്പിക്കുന്നത്. അല്ലാതെ 72 ഹൂറികൾ അതേപോലെ തന്നെ 32 ഹൂറികൾ, ഇവരുടെ ചിന്ത ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവന്മാര് ഫുള്ള് തലകുത്തി മറിയുന്നതെന്നാണ്. എന്താ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവർക്ക് അള്ളാഹുവിനെ മനസ്സിലായിട്ടില്ല, സ്വർഗത്തെയും മനസ്സിലായിട്ടില്ല, ഇവർക്ക് സ്വർഗത്തിന്റെ എന്താണെന്നേ മനസ്സിലായിട്ടില്ല. അത് മാത്രല്ല, എന്റെ മിനിമം 8 ലെവലിലായിട്ട് ചിന്തിക്കാൻ പോലും അറിയില്ല. നേരത്തെ ഒരു കേസ് പറഞ്ഞ പോലെ തലച്ചോറ് പോയി ചിന്തിക്കാനുള്ള കഴിവ് പോലും ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ കമന്റ് ഇടുന്നത്. നമുക്ക് അടുത്ത കമന്റിലേക്ക് പോകട്ടോ, ടൈം വേസ്റ്റ് ആവുന്നതുകൊണ്ട് മാത്രം. അടുത്ത കമന്റിലേക്ക്. അപ്പൊ അടുത്ത കമന്റ്, എന്തിനാണ് ഡാഷ്, അത് ഡാഷ് ഇട്ടിട്ടുണ്ടോ? ഫുൾ ഇട്ടിട്ടില്ല. അറബി അറിയാത്ത കേരളത്തിൽ അറബിയിൽ തെറി പറയുന്നത്, ഇത് വളരെ വർഗ്യപരമായിട്ട് വംശീയപരമായിട്ടുള്ള ഡയലോഗാണത്. ജേക്കബ് എന്ന് പേരുള്ള ചങ്ങായാണ് കമന്റ് ഇട്ടുള്ളത്. നമുക്കറിയില്ല, ഫേക്ക് അക്കൗണ്ട് ആയിരിക്കാം, റിയൽ അക്കൗണ്ട് ആയിരിക്കാം. എന്താണ് ആ കമന്റ്? ഒന്നും കൂടി വായിച്ചേ. നമ്മൾ അതായത് ഇത്ര ഉള്ളൂ, നമ്മൾ അറബിയിൽ കുറച്ച് ഖുർആൻ ആയത്ത് ഓതിയിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ആ ക്ലാസ്സിൽ നമ്മൾ ചില തുടക്കത്തിൽ ഹംദു സലാത്ത് ചൊല്ലിയിരുന്നു. ഇതൊക്കെ അറബിയിൽ തെറിയാണ്. എന്തിനാണ് മൈ ഡാഷ് അറബി അറിയാത്ത കേരളത്തിൽ അറബിയിൽ തെറി പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ഒരു വിശ്വാസിയുടെ ആരാധിക്കുന്ന അല്ലെങ്കിൽ അവരെടുക്കുന്ന പ്രാർത്ഥിക്കുന്ന ആ ഭാഷയിൽ അവർ പ്രാർത്ഥിക്കുമ്പോൾ അതിലേക്ക് തെറിയാണെന്ന് പറഞ്ഞിട്ടൊക്കെ അവഹേളിക്കുക എന്ന് പറയുന്നത് എന്തോരം വംശീയതയാണ്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, ഒരു ക്രിസ്ത്യാനി ഒരു അരമായിക്ക് ലാംഗ്വേജിലോ അല്ലെങ്കിൽ വേറെ ലാംഗ്വേജിൽ അവർ ഒരു കാര്യം പറയുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ, അവരുടേതായ രീതിയിലുള്ള ഒരു സ്ഥലങ്ങളിൽ അവരത് പറയുമ്പോൾ നമ്മളത് തെറിയാണെന്നൊക്കെ പറഞ്ഞ് അവഹേളിക്കും. ഒരിക്കലും ചെയ്യില്ല. ഒരു ബോധമുള്ള ഒരു മനുഷ്യൻ ചെയ്യില്ല. പക്ക വംശീയത, പക്ക വംശീയത. ഇവനൊക്കെ തലച്ചോറ് എടുത്തിട്ട് കഴുകി
കഴുകി ചാണകം മൊത്തം കളഞ്ഞ് വൃത്തിയാക്കി സ്പ്രേ അടിച്ച് ഊത് സ്പ്രേ അടിച്ച് നല്ല മണം വെച്ചിട്ട് വേണം തിരിച്ചു വെക്കാനായിട്ട്. എന്നാലും നന്നാവില്ല. അത്രക്ക് നാശം. നമ്മള് മറുപടി അല്ല അതില് വേറൊരു മറുപടി കൊടുത്താൽ മതി തോന്നുന്നുട്ടാ. ഇവനൊന്നും മറുപടി ഡിസർവ് ചെയ്യുന്നില്ല. അതെ അതെ അതെ. അല്ല അതില് വേറൊരു സൈക്കോളജി കൂടി ഉണ്ട്. അത് നമ്മള് മനസ്സിലാകാതെ പോകുന്നതാണ് സത്യത്തില്. നമ്മള് 2-3 വംശീയമായിട്ടുള്ള ധ്രുവീകരണം നടന്നിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ആ സിറ്റുവേഷൻസിലെല്ലാം തന്നെ ഞാൻ ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ വംശീയ ധ്രുവീകരണം നടക്കുന്ന സമയത്ത്, ഉദാഹരണം പറയാം, സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ന്യൂമന്റെ നേതൃത്വത്തിൽ ഒരു സംഘടന രൂപീകരിച്ചു. ജർമ്മൻ നാഷണൽ ജൂയിഷ് അസോസിയേഷൻ എന്നാണ് അസോസിയേഷന്റെ പേര്. ഈ അസോസിയേഷൻ മുന്നിലോട്ട് വെച്ച ആശയങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ജർമ്മനിയിലെ യഹൂദരായിട്ടുള്ള ആളുകൾ അവരുടെ വിശുദ്ധ ഗ്രന്ഥം പ്രശ്നമാണ്, അവരുപയോഗിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഭാഷ പ്രശ്നമാണ്, അവരുടെ വസ്ത്രധാരണം പ്രശ്നമാണ്, അവരവരുടെ വിദ്യാലയങ്ങൾ, അതായത് ഈ യഹൂദ ക്ലാസ്സുകൾ എടുക്കുന്ന സ്ഥലം പ്രശ്നമാണ്, അവരുടെ റബ്ബിമാര് പ്രശ്നമാണ്. അവരതെല്ലാം അവസാനിപ്പിച്ച് രാഷ്ട്രത്തിന്റെ ഭാഗമായാൽ മാത്രം നമ്മൾ അംഗീകരിക്കുക. ഇതേപോലെ തന്നെയായിരുന്നു ലിബറൽ ആയിരുന്ന നമ്മുടെ മുസ്തഫ കമാൽ അറ്റാതുർക്കിന്റെ ഭരണകാലത്ത് തുർക്കിയിൽ, അതായത് മുസ്ലിമായിട്ട് ജീവിക്കുന്ന ആളുകൾ അറബി ഭാഷയിൽ സംസാരിക്കാൻ പാടില്ല, അറബി ഭാഷയിലുള്ള ഖുർആൻ എടുത്തു മാറ്റണം, അറബി ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ദൈനംദിന, അതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന ദൈനംദിന ജീവിതത്തിൽ അറബി ഭാഷയിലായിരുന്നു സംസാരം ഒരുപാടുണ്ടായിരുന്നത്. മാറ്റി നവതുർക്കികൾ ആഗ്രഹിക്കുന്ന പോലെ, അതായത് യങ് ടർക്സ് ആഗ്രഹിക്കുന്ന പോലെ ഇത്തരത്തിൽ പുതിയ തുർക്കി ഭാഷ 40 വയസ്സിന് വരെയുള്ള 45 വയസ്സ് വരെയുള്ള ആളുകൾ നിർബന്ധമായിട്ടും പഠിക്കാൻ പോയി തന്നെ അത് പ്രാവർത്തിയാക്കണം. അറബി ഭാഷ പാടില്ല, അറബി ഭാഷയിലുള്ള ഖുർആൻ പാടില്ല, അറബി ഭാഷയിൽ ബാങ്ക് കൊടുക്കാൻ പാടില്ല, ഹിജാബ് ഉപയോഗിക്കാൻ പാടില്ല. ഇതെല്ലാം വംശീയമാണെന്ന് അവർ മനസ്സിലാക്കാൻ വളരെ വൈകിപ്പോയിരുന്നു. വംശീയമാണെന്ന്. പക്ഷെ ജർമ്മനിയിൽ ഇതെല്ലാം വംശീയമാണെന്ന് നേരത്തെ മനസ്സിലാക്കിയിരുന്നു. ഇത് തന്നെയാണ് ലിബറൽസും മുമ്പിലോട്ട് വെക്കുന്നത്. പലപ്പോഴായി ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, മുസ്ലിങ്ങളല്ല, മുസ്ലിങ്ങൾ പാവങ്ങളൊക്കെയാണ്, പക്ഷെ അവരുപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അത് പ്രശ്നമാണ്. അവരുടെ സോഫ്റ്റ്വെയർ കുഴപ്പമില്ല. ഇതേ അർത്ഥത്തിൽ ഈ ജോസഫ് ഏട്ടന്റെ കമന്റ് കാണുന്നത് ശ്രദ്ധിച്ചറിയാൻ പറ്റും. നമ്മുടെ അറബി ഭാഷയിൽ സംസാരിക്കുന്നത് പോലും അവർക്ക് പ്രശ്നമാണ്. നമ്മൾ അതേ വിഷയം മലയാളത്തിൽ സംസാരിച്ചാലും ആ പറയുന്ന ആശയം അത് ഇസ്ലാമികമായതുകൊണ്ട് തന്നെ അത് പ്രശ്നമാണ്. സത്യത്തിൽ നമ്മളെ വംശീയമായിട്ട്, നേരത്തെ ജുനൈദ് പറഞ്ഞ പോലെ, വംശീയമായിട്ട് എങ്ങനെ മാറ്റി നിർത്താം, ഏത് വിഷയത്തിലും വംശീയമായിട്ട് എങ്ങനെ കാണാം എന്നുള്ളതിനുള്ള ഒരു ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞ ജോസഫ് ഏട്ടന്റെ കമന്റ്. അപ്പോ എങ്ങനെയാണോ മുസ്തഫ കമാൽ അറ്റാതുർക്ക് മനസ്സിലാക്കിയത്, അതേപോലെ തന്നെയാണ് വംശീയമായിട്ടുള്ള ധ്രുവീകരണമാണ് സത്യത്തിൽ ഇദ്ദേഹത്തിന്റെ കമന്റ്. ഇത്തരത്തിൽ ഒരു കമന്റ് ഇടുന്നതിന് നിരീശ്വരവാദിയുടെ ഒരു മുഖംമൂടി ഉണ്ടായാൽ വളരെ ലാഭമാണ് എന്നുള്ളൊരു സത്യം കൂടെ മനസ്സിലാക്കാം. ഓക്കെ, അതങ്ങനെ തന്നെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരു കമന്റ് ഇടണമെന്നുണ്ടെങ്കിൽ ആളെത്രത്തോളം തീവ്രവാദിയായി എന്ന് സ്വയം ചിന്തിക്കേണ്ട ലെവലിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളെ ഉപദേശിക്കുന്ന ഒരു നേരം കൊണ്ട് സ്വയം ചിന്തിക്കുക. അസഹിഷ്ണുത എന്ന് പറയും, വേറൊരു ആൾക്കാരുടെ വിശ്വാസം കാണുമ്പോൾ ചൊറിയുക, കുരുപൊട്ടുക, ചൊറിയുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറെ കമന്റ് ട്രോൾ ചെയ്യാറുണ്ട്. ആ സംഭവം മറ്റുള്ളവർ വിശ്വസിക്കുന്നവർ അവർ പറയുമ്പോൾ, അവരുടെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ, അവരുടെ പ്രാർത്ഥനകൾ ചെല്ലുമ്പോൾ അതിനൊക്കെ ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ കമ്പയർ ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിലവാരം എന്ന് പറയുന്നത് വളരെ താഴ്ന്നു പോയിട്ടുണ്ട്. ഇപ്പൊ ഡോക്ടറെ കാണിച്ച ചിലപ്പോൾ മാറും, ഇല്ലേ മാറൂല, ഒന്നും പറയാനില്ല. അടുത്ത കമന്റ് വായിക്കാൻ വേണ്ട തോന്നുന്നു. നമുക്ക് അടുത്ത കമന്റ് കുറച്ചുകൂടി വൾഗറായ കമന്റ്സ് ഉണ്ട്. അപ്പൊ അതുകൂടി വായിക്കണോ അതോ നല്ല കമന്റിലേക്ക് പോകണോ, എന്താണ് അവസ്ഥ? കാരണം പറയൂ, എന്താ ചെയ്യണ്ടേ? എന്തെങ്കിലും മറുപടി കൊടുക്കേണ്ട എലമെന്റ് ഉള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സൃഷ്ടിപരമായ വിമർശനങ്ങൾ പറഞ്ഞാൽ പോരാ നമുക്ക്. ഓക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ബാക്കി കമന്റ്സുകളെല്ലാം ഞാൻ ഓരോന്നോരോന്നായിട്ട് സ്ക്രീനിൽ കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന നിലവാരം എന്തോ. നമുക്ക് വായിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് 2 കമന്റ് വായിച്ചപ്പോൾ തന്നെ നമുക്ക് ഒരു ലെവലിൽ ഇങ്ങനെ തോന്നുന്നു. കാരണം അവരുടെ ഒരു മാനസികാവസ്ഥയും അവരുടെ ഒരു സ്വഭാവ വൈകൃതമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതെ, അത്ര ഉദ്ദേശിച്ചുള്ളൂ. നമുക്കത് മൊത്തം വായിക്കാൻ സെക്ഷൽ ഫ്രസ്ട്രേഷൻ വേറൊന്നും. കഴിഞ്ഞ 2 കമന്റിന്റെ ഔട്ട്കം ഇത്രേ ഉള്ളൂ. സെക്ഷൽ ഫ്രസ്ട്രേഷനും, അതായത് ലൈംഗിക ദാരിദ്ര്യവും, അതുപോലെ തന്നെ വംശീയതയും വർഗീയതയും, ഇത്രേ ഉള്ളൂ. അതെ, വംശീയതയും, ഈ 2 സംഭവം തന്നെ ഉള്ളൂ. അപ്പൊ ഇത് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളിതിപ്പോ അത്യാവശ്യം വായിക്കാൻ കൊള്ളാവുന്ന കമന്റ്, മറുപടി കൊടുക്കാൻ പറ്റുമെന്ന രീതിയിലുള്ള കമന്റുകളൊക്കെ. മുജീബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ കമന്റ് അടിച്ചിട്ടുണ്ട്. ഇപ്പൊ ആരാണെന്ന് നമുക്കറിയില്ല, ഒരു പേര് മാത്രം കാണുന്നുള്ളൂ, അല്ലാഹു അഅലം.
അപ്പൊ അവർ പറയുന്നത് അള്ളാഹു ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ, ഇതും ഇതേ വിഷയത്തിൽ വന്ന കമന്റ് കേട്ടോ, അള്ളാഹു ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ അതിൽ നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞൊരു കാര്യമാണത്. അള്ളാഹു നമ്മളോട് തലമറക്കാൻ സ്ത്രീകളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീകൾ അത് കേൾക്കുമ്പോൾ, ഖുർആൻ വചനം കേൾക്കുമ്പോൾ മുസ്ലിം സ്ത്രീകളാണെങ്കിൽ അവർ സന്തോഷിക്കുകയാണ് വേണ്ടത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇവർ പറയുന്ന കാര്യം അത് ലോജിക് ഉണ്ടോ ധാർമ്മികതയുണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നിങ്ങളോട് ആരെങ്കിലും അള്ളാഹു ഇന്നുവരെ സംസാരിച്ചിട്ടുണ്ടോ? ആകെ എല്ലാം പറഞ്ഞത് മുഹമ്മദ് മാത്രമല്ലേ? മുഹമ്മദ് പറഞ്ഞത് അള്ളാഹു ആണ് എന്ന് ആരാണ് പറഞ്ഞത്? അത് അങ്ങനെ തന്നെ പറഞ്ഞതല്ലേ എന്ന രീതിയിൽ. അത്രേ ഉള്ളൂ. അള്ളാഹു ഒരു കാര്യം പറഞ്ഞു തരുമ്പോ ഒരു മുസ്ലിം തന്നെ സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ? അതില് അല്ല ജിനെ, നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു പറഞ്ഞാൽ അതിൽ ലോജിക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അള്ളാഹു പറഞ്ഞു എന്നുള്ളതാണ് ആ ലോജിക്ക്. കാരണം നമ്മൾ കൃത്യമായിട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. അത് മാത്രല്ല, കൃത്യമായിട്ട് നോക്കിയാൽ ഏറ്റവും ലോജിക്കുള്ള ഹക്കീമായ റബ്ബിന്റെ വാക്കുകളാണ് നമ്മൾ എടുക്കുന്നത്. ലോജിക്കലി അതായത് യുക്തിഭദ്രമായി ഒരു ദൈവം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചാൽ ആ യുക്തിബദ്ധ അനിവാര്യതയാണ് നമ്മൾ മനസ്സിലാക്കിയാൽ ആ ദൈവം ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പറയുന്നതാണോ ദൈവം? നമ്മളിപ്പോ ഒരു ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിച്ചപ്പോൾ ദൈവം ഉണ്ടെന്ന്, ഓക്കെ, ദൈവം ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിനെ കുറിച്ച് ഞാൻ ഉള്ളിൽ യുക്തിഭദ്രമായി മനസ്സിലാക്കിയ ദൈവം ഏതാണെന്ന് നമ്മൾ ഓരോ ഗ്രന്ഥങ്ങളെടുത്ത് നോക്കുന്നു. ശേഷം നോക്കിയപ്പോൾ നമ്മൾ ഓരോ നോക്കി, ഹിന്ദു വിശ്വാസം എടുത്ത് നോക്കി, അതിനകത്ത് ദ്വൈതമാണോ അദ്വൈതവാദമാണോ ഇതിനോട് യോജിക്കുന്നത്? ഇപ്പൊ ഇത് യോജിക്കാമെങ്കിൽ യോജിക്കുന്നു, ഇല്ലെങ്കിൽ വേണ്ടാന്ന് മാറ്റുന്നു. ക്രൈസ്തവരുടെ തൃത്വമാണ് ലോജിക്കലി യോജിക്കാൻ പറ്റുന്നത് ആണോ എന്ന് നോക്കുന്നു. അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ അതും അല്ല എന്ന് മാറ്റി. മുസ്ലിങ്ങൾ മുമ്പിലോട്ട് വെക്കുന്ന ദൈവസങ്കല്പമാണോ ഏകദൈവ വിശ്വാസമാണോ അങ്ങനെ നോക്കാൻ ചോദിക്കുന്നു. അപ്പൊ നമുക്ക് ഏറ്റവും സൂറത്തുൽ ഇഖ്ലാസ് ഏറ്റവും ചെറിയ രീതിയിൽ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് പറയുന്നത് ഓക്കെ, അതിന് യോജിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ മുസ്ലിം പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു ദൈവ സങ്കല്പം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും ലോജിക്കലി മനസ്സിലാക്കാൻ പറ്റുന്ന ദൈവസങ്കല്പമാണെങ്കിൽ ആ ദൈവം പറഞ്ഞു എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ ലോജിക്കായിരിക്കണം, മനുഷ്യനെ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കണം. കാരണം ഒരു ദൈവം ഉണ്ടെങ്കിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ അംഗീകരിക്കുന്നു എങ്കിൽ, അങ്ങനെയാണ് എങ്കിൽ ആ പറഞ്ഞിട്ടുള്ള കാര്യം മനുഷ്യനെ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യം മാത്രമായിരിക്കും, മനുഷ്യന്റെ ജീവിതത്തിൽ പ്രാവർത്തിയാക്കാൻ പറ്റുന്ന കാര്യം മാത്രമായിരിക്കും. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു, ദൈവം എല്ലാവരോടും ഒരു ദൈവസങ്കല്പം ഉണ്ടെന്ന് പറഞ്ഞ ഒരു കാര്യം പറയുന്നു, ശേഷം എല്ലാവരോടും പറയുന്നു ആത്മഹത്യ, നിങ്ങളെല്ലാവരും ജനിച്ചിരിക്കുന്ന ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് കേട്ടോ, ശരിക്കും നടന്നിട്ടുണ്ട്. അപ്പൊ ആത്മഹത്യ ചെയ്യാൻ പറയാണ്. എന്തുപറ്റി? മനുഷ്യന് സർവൈവ് ചെയ്യില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ കള്ള ദൈവമായിരുന്നു എന്നുള്ളത്. ഈ ഇസ്ലാമിന്റെ നിയമസംഹിതകളോ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോ മനുഷ്യന് സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരൊറ്റ വിഷയം പോലും ഇന്നു വരെ ഇല്ല. അതിന് ഏറ്റവും വലിയ എവിഡൻസ് ആണ് ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം 1000 വർഷം 1400 വർഷം സർവൈവ് ചെയ്തു പോകുന്നു എന്നുള്ളത്. സോ ഈ ലിബറൽസിന്റെ വാക്കിൽ തന്നെ പറഞ്ഞാൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നാണല്ലോ. അർഹതയുള്ളതാണല്ലോ അതിജീവിക്കുള്ളൂ, സമൂഹത്തിൽ നിലനിൽക്കേണ്ടതാണല്ലോ അതിജീവിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രത്യയശാസ്ത്രപരമായി തന്നെ അതിജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പ്രത്യയശാസ്ത്രം മുമ്പിൽ വെച്ചാലും അതിജീവിക്കപ്പെടേണ്ട അസ്തിത്വമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് അംഗീകരിച്ചു പോകുന്നതിൽ തെറ്റില്ല. ദൈവം ലോജിക്കലാണെങ്കിൽ ആ ലോജിക്കലി നമ്മൾ അംഗീകരിക്കുന്ന ദൈവം പറയുന്ന കാര്യം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് സാരം. അതെ, വളരെ സിമ്പിളായി പറഞ്ഞാൽ അത്രേ ഉള്ളൂ അല്ലെ? അപ്പൊ ഫസ്റ്റ് ഭാഗത്തിന്റെ ഒരു റിപ്ലൈ അതാണ്. അതായത് അള്ളാഹു ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, അള്ളാഹു ആരാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ദൈവം ഉണ്ടെന്ന കാര്യത്തിൽ കൺഫേം ആയി കഴിഞ്ഞാൽ, ഇതിപ്പോ ഇയാൾ വിശ്വാസി ആവണമെന്നില്ല. വിശ്വാസി അല്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ ഇതിന്റെ ഒരു LKG പഠിക്കാതെ UKG പോലെ പ്രശ്നമാണത്. അപ്പൊ ഏറ്റവും മിനിമം ദൈവം പടച്ച തമ്പുരാൻ ഉണ്ടോ ഇല്ലേ എന്നുള്ള വിഷയം കിൻഡർഗാർഡൻ തീർത്തിട്ട് പിന്നെ നമുക്ക് MBBS പഠിക്കാൻ പോവാം. അപ്പൊ ആദ്യം പടച്ച തമ്പുരാൻ ഉണ്ടോ ഇല്ലെന്ന വിഷയത്തിൽ ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ദൈവം ഉണ്ട് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ആ അള്ളാഹു പറയുന്നതെല്ലാം ലോജിക്കലാണ്, സ്വീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒന്നും തന്നെ നമുക്ക് ഇത് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അള്ളാഹു ഉണ്ട് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 100% ഉറപ്പായ കാര്യമാണ്. ഉറപ്പാണ്. ഞങ്ങളിപ്പോ ജീവിച്ചിരിക്കുന്നത് പോലെ ഉറപ്പുള്ള കാര്യമാണ്. എനിക്ക് പിതാവുള്ളവൻ ഉറപ്പുള്ള കാര്യമാണ്. എനിക്ക് മാതാവുള്ളവൻ ഉറപ്പുള്ള കാര്യമാണ് അള്ളാഹു ഉണ്ട് എന്നുള്ളത്. അള്ളാഹു ആണ് പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ അള്ളാഹുവിന്, സർവജ്ഞാനിയായ അള്ളാഹുവിന് എല്ലാ കാര്യങ്ങളും നിയമങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ആ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നും തന്നെ എല്ലാം അപ്പോൾ സ്വീകരിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും. ഒന്നും എതിർത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം പൂർണ്ണമായിട്ടും അള്ളാഹു അതിന് കഴിവുള്ളവനാണ് എന്നുള്ള വിശ്വാസം അല്ലെ? ഫോമത്തെ അത്രല്ലേ ഉള്ളതില് ആ ഭാഗത്തില്? ഫാസിൽക്ക, ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കടക്കട്ടെ. അത് രണ്ടാമത്തെ ഭാഗം ഉണ്ട് കമന്റിന്റെ. കമന്റ് രണ്ടാമത്തെ ഭാഗം പറഞ്ഞത് അത് ഫാസിൽക്കൊന്ന് അഡ്രസ് ചെയ്താൽ മതി. പിന്നെ ഇയാൾ പറയുന്നത് അള്ളാഹു ഇന്ന് വരെ ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? മുഹമ്മദ് നബി അല്ലേ എല്ലാം പറഞ്ഞത്?
മുഹമ്മദ് നബി എന്ന് പറഞ്ഞില്ല, മുഹമ്മദ് നബി ഞാൻ ആഡ് ചെയ്താണ്. മുഹമ്മദിനോട് പറഞ്ഞത് അള്ളാഹു ആണെന്ന് ആരാ പറഞ്ഞത്? അതും അങ്ങേരനല്ലേ പറഞ്ഞത്. പ്രവാചകനാണ് മുഹമ്മദ് നബി എന്നുള്ളത് ആരാ പറഞ്ഞത്? അതും മുഹമ്മദ് നബി എന്നല്ലേ പറഞ്ഞത്. അപ്പൊ എല്ലാം മുഹമ്മദ് അല്ലേ പറയുന്നത്, വേറെ ആരും അതൊക്കെ നല്ല വിമർശനമാണ്. പറയുന്നില്ല. അത് നേരത്തെ പോലെ തെറി പറച്ചിലല്ല. ഇത് ശരിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു പിതാവ് അദ്ദേഹത്തിന് മുന്നിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ പിതാവ് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. അത് അയാൾ കണ്ട കാര്യമാണ്. അതുള്ള ഒരു മീൻസ് കണ്ട കാര്യമാണ്. അയാൾ പിന്നെ ഇത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് മുന്നിൽ പിതാവ് ഇരിക്കുന്നു. അതേസമയം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ ഇപ്പോ ഒരു പ്രസിഡന്റ് ഉണ്ട് എന്നുള്ളത് അയാൾ കണ്ടിട്ടില്ല, പക്ഷെ അയാൾ വിശ്വസിക്കുന്നു എന്ന് പറയേണ്ടി വരും. പക്ഷെ അതും സത്യമാണ്. നമ്മൾ വിശ്വസിക്കേണ്ടത് എന്ത് കാര്യമാണ്? കാണാത്ത വിശ്വസിക്കുമ്പോഴാണ് അത് വിശ്വാസമാവുന്നത് അല്ലെ? സിംപ്ലി നമ്മളൊരു സംഗതിയെ കണ്ടിട്ടില്ലെങ്കിലും അത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ എപ്പോഴാണ്? വിശ്വാസത്തിന് ശക്തി വരുന്ന എപ്പോഴാണ്? ഇത് സിമ്പിൾ ഒരു ലോജിക് അല്ലേ ഇത്? അല്ല ഞാൻ അതിന് എവിഡൻസ് കിട്ടുമ്പോ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പൊ നമ്മൾ അച്ഛനെ കാണുന്നുണ്ട്. അച്ഛനാണെന്ന് അച്ഛൻ പറഞ്ഞ അറിവാണ്, അല്ലെങ്കിൽ അമ്മ പറഞ്ഞ അറിവേ ഉള്ളൂ എന്ന് കരുതിയിട്ട് അച്ഛൻ നമ്മൾ തള്ളി പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു വിശ്വാസമാണ്. അച്ഛനാണെന്നുള്ളൊരു വിശ്വാസമാണ്. അത് പറച്ചിൽ കേട്ടിട്ട് അത് ടെസ്റ്റിമോണിയൽ എവിഡൻസ് എന്ന് പറയും. ഈ ടെസ്റ്റിമോണിയൽ എവിഡൻസ് സ്വീകരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഭൂമിയിലുള്ള സകല മനുഷ്യന്മാരും. പിന്നെ ഏത്യസ്റ്റുകൾ എങ്ങനെ പറഞ്ഞാലും ഞങ്ങള് ടെസ്റ്റിമോണിയൽ എവിഡൻസ് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല. നിങ്ങളെ പിതാവിനെ എതിർത്ത് പറയേണ്ടി വരും. കാരണം നിങ്ങൾ ആരും നിങ്ങളുടെ പിതാവിനെ എല്ലാവരും കൂടെ ടെസ്റ്റ് ചെയ്തിട്ടില്ല. പിതാവും മാതാവും തമ്മിലുള്ള സെക്ഷൽ റിലേഷൻ കണ്ടിട്ട് ആണോ അവരൊക്കെ വിശ്വസിക്കുന്നത്? ഒരിക്കലല്ല. ടെസ്റ്റിമോണിയൽ എവിഡൻസ് ആണത്. അതെ, കറക്റ്റ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് തെളിയിക്കുന്ന എവിഡൻസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒരുപാട് എവിഡൻസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് മാത്രമായിട്ട് അത് വേറൊരു വിഷയം കൂടി ചെയ്യുന്നത് ആ വിഷയത്തിൽ പറയാനുണ്ട്. ആ വിഷയത്തിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് നമ്മള് പറഞ്ഞു പ്രവാചകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സത്യസന്ധതയാണ് സത്യത്തിൽ ആ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഞാൻ ഇപ്പൊ പ്രവാചകൻ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യനായിട്ട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് എങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ കള്ളം ഉണ്ടാവാൻ അപ്പൊ ആ സംശയത്തിന് നമുക്ക് നിസ്സാരമായിട്ട് നോക്കിയാൽ മതി. പ്രവാചകന്റെ ശത്രുക്കൾ പോലും ഈ വിഷയത്തിൽ പ്രവാചകൻ കള്ളം പറയുന്നവനാണോ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ കള്ളം എപ്പോഴെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ, സത്യസന്ധതയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളതിനൊരു എവിഡൻസ് കൊണ്ട് കാണിച്ചാൽ മതി. അതായത് പ്രവാചകൻ മുന്നിലേക്ക് വെച്ച ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് അകത്ത് അത്യധികം വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അബൂജഹൽ എന്ന് പറയുന്ന ആൾക്ക് പോലും, പ്രവാചകന്റെ ശത്രുവായിരിക്കുന്ന ആൾക്ക് പോലും ഈ വിഷയത്തിൽ പ്രവാചകൻ കള്ളം പറയുന്നവനാണ് എന്നൊരു ക്ലെയിം പോലും ഇല്ല. ഉനൈസ് ഭായ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള വിമർശകർക്കും ഓറിയന്റലിസ്റ്റുകൾക്കും ക്രൈസ്തവ മിഷണറികൾക്കും ചരിത്രകാരന്മാർക്കും ഒക്കെ ഉത്തരം പറയാൻ പറ്റാത്ത ഒരു സംഗതി എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന് പുസ്തകം എഴുതിയ ആൾക്കാരും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രപരതയെ ഒരാളും നിഷേധിച്ചിട്ടില്ല. റസൂലുള്ള ഉണ്ടായിട്ടില്ല എന്ന് ഏതായാലും ഇവൾക്ക് വാദമില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇത് പറയുക വഴി മരണാനന്തര ജീവിതമുണ്ട്, ഈ പ്രപഞ്ചത്തിന് ഒരു ദൈവമുണ്ട്, മരണാനന്തരം രക്ഷയുണ്ട്, ശിക്ഷയുണ്ട് എന്ന് പറയുക വഴി അദ്ദേഹത്തിന് അതിതീവ്രമായ പീഡനങ്ങളും വേദനകളും സഹിക്കേണ്ടി വന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ പ്രിവിലേജും നഷ്ടപ്പെടുത്തി. എന്നിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ആ പ്രിവിലേജുകളൊക്കെ നഷ്ടപ്പെടുത്തി നാട്ടിൽ നിന്ന് തന്നെ ഓടി രക്ഷപ്പെടേണ്ട അവസ്ഥ വന്നു അല്ലേ? അപ്പൊ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടും അദ്ദേഹം ഇത് നിർത്താതിരുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന് ഈ ഒരു ഒറ്റ വിമർശകനും അഡ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, മറുപടി പറയാനും പറ്റിയിട്ടില്ല. അദ്ദേഹം അത് 1500 കൊല്ലം അതിജയിച്ചു. കോടിക്കണക്കായ മനുഷ്യർ ഇപ്പോഴും അതിനെ ഫോളോ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഏതു ഭാഗത്തേക്ക് തിരിഞ്ഞു കിടന്നു, അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അതേപോലെ പിന്തുടരാൻ കോടിക്കണക്കായ ആളുകൾ ഇപ്പോഴും തയ്യാറാണ്. അത് ഇതിന്റെ ദൈവികതയല്ലാതെ മറ്റൊന്നല്ല. അതെ അതെ, നമുക്കിത് പല രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണെന്ന് തെളിയിക്കാൻ സാധിക്കും. അതില് ഒരുപാട് എവിഡൻസ് കൊണ്ടുവരാൻ സാധിക്കും. ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് എവിഡൻസ് കൊണ്ടുവരാൻ സാധിക്കും. ഖുർആനിന്റെ അമാനുഷികതയെ വെച്ചുകൊണ്ട് അഡ്രസ് ചെയ്യാൻ സാധിക്കും. കാരണം ഖുർആൻ എന്ന് പറയുന്നത് അറിയാം, ഇപ്പൊ നിങ്ങൾ ആര് തലകുത്തി പറഞ്ഞാലും ഇത്രയും കാലമായിട്ട് 600 വർഷമായിട്ട് അതിന് സിമിലർ ആയിട്ടൊന്നും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഈവൻ AI പോലും നിങ്ങളിപ്പോ ശ്രദ്ധിക്കുക, നിങ്ങളിപ്പോ ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ട്രൈ ചെയ്താൽ പോലും നിങ്ങൾക്ക് അതിന് സിമിലർ ആയിട്ട് കിട്ടില്ല.
ഒട്ടും കിട്ടാൻ പോസിബിൾ ആയ ഒരു കാര്യമല്ല ഖുർആൻ നിങ്ങൾ സിമിലാരിറ്റി സാധനം അവിടെ കൊണ്ടുവന്നാൽ പോലും അത് 1500 കൊല്ലത്തെ ജനങ്ങളെ മുഴുവൻ മനസ്സിനെ പരിവർത്തിപ്പിക്കണം. 1500 കൊല്ലം അത് നിലനിൽക്കണം. അല്ലാതെ അതുപോലത്തെ ഒരു സാധനം ഒരുപാട് കടമ്പകൾ കടക്കാൻ കൂടി ഉണ്ട് എന്നർത്ഥം. അത് ഞാൻ വേറൊരു കാര്യം എന്താ അറിയോ, ഫാസിൽക്ക പറഞ്ഞ വിഷയം ഉണ്ടല്ലോ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ കടന്നോ അങ്ങനെ കടക്കാൻ പോലും ശ്രമിക്കുന്ന ഒരു സമൂഹം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ മനുഷ്യനെ അത്രത്തോളം വിശ്വാസത്തിൽ എടുക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാ, വേറെ ലോകത്തെ ഏത് മനുഷ്യനാണ് അങ്ങനെ കാണാൻ പറ്റുക? ഏതെങ്കിലും ഒരു സ്പിരിച്വൽ ലീഡറിനെ അയാള് ഭക്ഷണം കഴിച്ച പോലെ ഭക്ഷണം കഴിക്കാൻ, അല്ലെങ്കിൽ അയാള് വസ്ത്രം ഉടുത്ത പോലെ ഉടുക്കാൻ, അല്ലെങ്കിൽ കിടന്ന പോലെ കിടക്കാനോ ആൾക്കാർ ശ്രമിക്കുന്നുണ്ടോ? അത്രമാത്രം ഫോളോ ചെയ്യുന്നുണ്ട്. അതെ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് പല രീതിയിൽ നമുക്കിത് തെളിയിക്കാൻ സാധിക്കും. അപ്പോൾ വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ട് അല്ലെങ്കിൽ പ്രവാചകന്റെ പ്രവചനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അഡ്രസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂല് പ്രവാചകനാണ്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ്, അദ്ദേഹത്തിന് ദിവ്യ ബോധനം ലഭിച്ചിട്ടുണ്ട്, അദ്ദേഹം കൊണ്ടുവന്ന ഖുർആൻ സത്യമാണ് തെളിയിക്കാൻ പല രീതിയിൽ സാധിക്കും. ഞങ്ങൾ വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ആൾക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്കത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, അല്ലെ ഫൈസൽക്ക? അതൊരു വീഡിയോ ആയിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റും. അതെ, അതിന് വ്യത്യസ്തമായ ക്രൈറ്റീരിയകൾ വെച്ചിട്ട് നമുക്കത് തെളിയിക്കാൻ പറ്റും. അത് വേറെ സെഷനായിട്ട് ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. താല്പര്യമായിട്ട് താഴെ കമന്റ് ചെയ്യാം, ഞങ്ങളത് ഇൻഷാ അല്ലാഹ് അതിന്റെ വീഡിയോ പ്ലാൻ ചെയ്യാം. അപ്പൊ നമ്മൾ അടുത്തൊരു കമന്റിലേക്ക് പോവാം. ഒന്നുകൂടി നല്ലൊരു കമന്റ് തോന്നിയത്, നിങ്ങൾ ആ കുട്ടി പറഞ്ഞതിന് അഡ്രസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്ക് എന്താണ് ലഭിക്കുന്നത്? നബി സ്വർഗവും നരകവും കണ്ടു വന്നതിന് ശേഷം പറഞ്ഞത് നരകത്തിൽ സ്ത്രീകളെ കൊണ്ട് നിറച്ചിരിക്കുന്നു എന്നാണ്. പുരുഷന്മാർക്ക് ഹോറികളെയും മദ്യപ്പുഴയും ഉണ്ട്, സ്ത്രീകൾക്ക് എന്തുണ്ട്? നീതി ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് എന്ത് കിട്ടും? അപ്പം അള്ളാഹു നീതിമാനാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പക്ഷെ നേരെ നോക്കുമ്പോൾ, ഹദീസുകളിലേക്ക് നോക്കുമ്പോൾ അവർ പറയുന്ന, അദ്ദേഹം ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ടില്ല തോന്നുന്നു, നമ്മളവിടെ അഡ്രസ് ചെയ്ത വിഷയം തന്നെയാണിത്. എന്നാലും നരകത്തിൽ സ്ത്രീകളെ കൊണ്ട് നിറച്ചിരിക്കുന്നു എന്ന് കണ്ടിരുന്നു എന്നാണ് ഹദീസുകൾ പറയുന്നത്. അപ്പൊ സ്ത്രീകൾക്ക് ഒന്നും കിട്ടുന്നില്ല, പുരുഷന്മാർക്ക് കുറെ കിട്ടുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോ ഇത് നമ്മൾ ഓൾറെഡി അഡ്രസ് ചെയ്താണ്, എന്നാൽ ചെറിയൊരു പോയിന്റ് എന്തേലും ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടില്ല അർജുൻ ഭായി. ഞാനൊരു കാര്യം പറഞ്ഞേ, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളോട് ചെയ്ത അങ്ങേയറ്റത്തെ ഒരു കാരുണ്യമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഈ സ്ത്രീകള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള സ്ത്രീകൾ ഈ ഹദീസ് കേൾക്കാണ്. അപ്പൊ പടച്ച തമ്പുരാനെ, ഞങ്ങൾ നരകത്തെ തൊട്ട് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ടല്ലോ റബ്ബേ. സ്ത്രീകൾ നരകത്തിൽ കൂടുതൽ കാണപ്പെട്ടു. ആ നരകവാസികളുടെ എണ്ണത്തിൽ കൂടുതൽ സ്ത്രീകളാണ്. അപ്പോൾ നമുക്ക് നരകത്തിലേക്ക് എത്താനുള്ള വഴി കൂടുതലാണല്ലോ. അപ്പൊ അവർക്ക് അതിനൊരു പ്രിക്കോഷൻ എടുക്കാൻ പറ്റും. കുറച്ചും കൂടെ കെയർഫുൾ ആവാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഈ ഹദീസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്ത്രീകളോടുള്ള ഒരു കാരുണ്യമായിട്ടാണ് എനിക്ക് അതിനെ വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ സ്ത്രീകൾ ഒരിക്കലും അള്ളാഹുവിന്റെ സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥമോ റസൂലുള്ളാഹിയുടെ ഹദീസോ എവിടെയും ഇടിച്ചു കയറ്റിയിട്ടില്ല. അത് അമ്മയായിരിക്കുന്ന സ്ത്രീ ആവട്ടെ, ഭാര്യ ആയിരിക്കുന്ന സ്ത്രീ ആവട്ടെ, മകളായിരിക്കുന്ന സ്ത്രീ ആവട്ടെ, എല്ലാവരെയും ഒരു സ്റ്റെപ്പ് മുകളിലാണ് വെച്ചിട്ടുള്ളത്. ഉമ്മയുടെ കാര്യം എന്താ പറഞ്ഞിട്ടുള്ളത്? ഉമ്മയുടെ കാലിന്റെ ചോട്ടിൽ പോയി നിൽക്കണം, അവിടെയാണ് സ്വർഗ്ഗം ഉള്ളത് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഭാര്യയുടെ തൃപ്തിയോടുകൂടി മരിച്ച ഭർത്താവ് സ്വർഗത്തിലാന്ന് പറഞ്ഞിട്ടുണ്ട്. മകളുടെ കാര്യത്തിൽ 3 ആൺമക്കളുണ്ടെങ്കിൽ സ്വർഗം പറഞ്ഞിട്ടില്ല, 3 പെൺമക്കളെ നല്ല രീതിയിൽ വളർത്തിയ സ്വർഗം കൊടുത്തിട്ടുണ്ട്. പെണ്ണിനെ എപ്പോഴും ഒരു സ്റ്റെപ്പ് ഉയരത്തിലാ വെച്ചിട്ടുള്ളത്. അല്ല, ആ വിഷയം മാത്രല്ല ചില കാര്യങ്ങളും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ തന്നെ പ്രിവിലേജ് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് മുസ്ലിം സ്ത്രീകൾ കേട്ടോ, സ്ത്രീകൾ എന്നല്ല, മുസ്ലിം സ്ത്രീകൾ. ഞാൻ ഒന്ന് ശരിക്കും എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. നമുക്ക് ഒരു വസ്ത്രം വാങ്ങിക്കുകയാണെങ്കിൽ, നമ്മളൊരു ഡ്രസ്സ് വാങ്ങിക്കുകയാണെങ്കിൽ, നമുക്കൊരു ആഡംബരമുള്ള ഒരു പട്ട് വസ്ത്രം വാങ്ങിച്ച് ധരിക്കാൻ ഒരു എന്താ പറയാ, സ്വർണ്ണ മേടിച്ച് ധരിക്കണം എന്ന് തോന്നിയാ അത് മേടിച്ച് ധരിക്കാൻ പുരുഷന് പറ്റുമോ? ഇല്ല. ഇനി അത് പോട്ടെ, ഭാര്യയാണോ, എന്റെ കൂടെ ജീവിക്കുന്ന ഭാര്യയാണ്, അവരുടെ കയ്യിൽ അവർ സമ്പാദിച്ചു വെച്ചിട്ടുള്ള എന്തെങ്കിലും പൈസയോ എന്തെങ്കിലും കാര്യം എടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു പ്രത്യേക ആവശ്യം വന്നുകൊണ്ട് എടുക്കാൻ പറ്റും? അതും ഇല്ല. ഇതൊന്നും പറ്റില്ല. ഇനിയിപ്പോ പോട്ടെ, നമ്മൾ വീട്ടിലിരിക്കുകയാണ്, നമ്മൾ ഒരു സ്ഥലത്ത് പോകണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു, പക്ഷെ നമുക്ക് പോകാൻ പറ്റുന്നില്ല. ആ സമയത്ത് നമ്മളെ കൊണ്ടുപോകാനായിട്ട് ആരെങ്കിലും വേണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നടക്കുമോ? പറ്റൂല. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ ഇതെല്ലാം സാധ്യമാണ്. ഞാൻ വെറുതെ ഇരുന്ന് കൊടുത്താൽ ഒരു കല്യാണം കഴിഞ്ഞാൽ എന്റെ ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് എന്നെയും കൊണ്ടുപോവുക എന്നുള്ള കാര്യം, എനിക്ക് വേണ്ടി സാമ്പത്തികം ചെലവാക്കുക എന്നുള്ള വിഷയം. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും നല്ല വസ്ത്രം, പട്ടുവസ്ത്രം ധരിക്കണമെങ്കിൽ പട്ടുവസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം, എനിക്ക് സ്വർണം ധരിക്കണമെങ്കിൽ സ്വർണം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇതൊന്നും സ്വാതന്ത്ര്യം ഇല്ലാത്ത പുരുഷന്മാരാണ് സത്യത്തിൽ, മുസ്ലിമായി ജീവിക്കുന്ന പുരുഷനാണ് സത്യത്തിൽ സ്വാതന്ത്ര്യം ഇല്ലാത്ത
ഞാൻ പുരുഷ സ്വാതന്ത്ര്യവാദി എന്ന സിദ്ധാന്തം മുസ്ലിങ്ങൾക്കാണോ ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതെ, ഈ അതായത് ലൈക്ക് അനന്തരാവകാശ സ്വത്തിന്റെ വിഷയത്തിൽ പോലും മുസ്ലിങ്ങൾക്കാണ് അല്ല പുരുഷന്മാർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റിയും കൊടുത്ത് പുരുഷന്റെ തലയിലാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ അതെ അതെ അതൊക്കെ നേരെ ഉൾട്ടായിട്ട് പെണ്ണെ നിനക്കൊന്നുമില്ല, ആ പുരുഷനെ ഇരട്ടിയാ കിട്ടുന്നത്, നിനക്ക് പകുതിയുള്ളൂ എന്ന് പഠിപ്പിച്ചു കൊടുത്തു. പാവം പെൺകുട്ടിക്ക് കിട്ടുന്ന അപ്പോ ഒരു ചങ്ങാതിക്ക് ഞാനൊരു ചെറിയ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരാൾ മരിച്ചു, അയാൾക്ക് മൊത്തം 8 ലക്ഷം ആണെങ്കിൽ 4 ലക്ഷം അയാളെ ആൺകുട്ടിക്കും 2 ലക്ഷം, ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ. പെൺകുട്ടിക്ക് 2 കിട്ടുള്ളൂ. പക്ഷെ ആ പെൺകുട്ടിക്ക് കിട്ടുന്ന ആ 2 അവളുടെ പോക്കറ്റ് മണിയാ. അവൾക്ക് ചുമ്മാ കാലം നീട്ടി വെച്ച് അതിൽ ഇഷ്ടമുള്ളത് കഴിക്കാം, അല്ലെങ്കിൽ ചുമ്മാ ഫുൾ ചാരിറ്റി കൊടുക്കാം. അവളുടെ മക്കളെ നോക്കേണ്ട ബാധ്യതയില്ല, വീട് വെക്കേണ്ട ഒന്നും, ഒരു ബാധ്യതയും അവളെ വരില്ല. അതേസമയം ആ പുരുഷന്റെ ബാധ്യതയാണ് ആ പെൺകുട്ടിനെ കൊള്ളി നോക്കുക എന്നുള്ളത്. അപ്പോ ഈ പെൺകുട്ടികൾ ഇതൊക്കെ നേരെ ഉൾട്ടാക്കിയിട്ടാ മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു. ഇത് ഷാജി എന്ന് പറഞ്ഞ ഒരാൾ ഇട്ട കമന്റ് ആയിട്ട്. അപ്പൊ ഇതില് നമ്മൾ നേരത്തെ ഫാസിൽക്ക പറഞ്ഞൊരു പോയിന്റ് ആണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രത്യേകം പറയാനുള്ളത്. അന്നുണ്ടായിരുന്ന സഹാബി വനിതകളും, അഥവാ അന്നുണ്ടായിരുന്ന സഹാബി വനിത എന്ന് പറയുന്നത് മനസ്സിലാവില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ, സ്ത്രീകൾ, ആ സ്ത്രീകള് അന്ന് റസൂൽ ഈ ഹദീസ് പറയുന്ന സമയത്ത് ആരും ഇന്ന് ഞങ്ങൾ നിസ്കരിക്കുന്നില്ല, എന്തോ ഒരു തരത്തിൽ പോകും, ഇന്ന് നിസ്കരിക്കണം എന്തിനാന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്ത കാരണം അവർ ലിംഗം കൊണ്ട് ചിന്തിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്, അവർ തലച്ചോറ് ചിന്തിച്ചിട്ടുള്ളത്. അവർക്ക് മനസ്സിലായി ഇത് റസൂൽ പറഞ്ഞത് ഇതൊരു വാണിംഗ് ആയിട്ടാണ്, അഥവാ അള്ളാഹു റസൂൽ ഫ്യൂച്ചർ കണ്ടു. ആ സമയത്ത് അദ്ദേഹം ആ യാത്രയിൽ നരകം കണ്ട സമയത്ത് നരകത്തിലെ സ്ത്രീകളുടെ എണ്ണം കൂടുതലായി കണ്ടു. അപ്പോൾ അള്ളാഹു അതിന് കാരണം പറഞ്ഞു കൊടുത്തു. ആ കാരണം എന്താന്ന് അദ്ദേഹം ഇവരെ അറിയിച്ചു. ഇവരത് മനസ്സിലാക്കി, ആ തെറ്റ് ഞങ്ങൾ ചെയ്യാതിരുന്നാൽ ഞങ്ങൾ നാളെ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും എന്നവർ മനസ്സിലാക്കി. ഇതേ സംഭവത്രേ ഉള്ളൂ. സംഭവം വളരെ സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങളിത് പഠിച്ച് ഇത് തെളിവോടുകൂടി അള്ളാഹു കാണിച്ചു കൊടുത്തു. അള്ളാഹു എന്ത് ചെയ്തു? ഒരു എന്താ നടക്കാൻ പോകുന്ന ഒരു ഇവന്റിനെ കുറിച്ച് മുമ്പേ കൂട്ടി അറിയിക്കുക എന്ന് പറയുന്നത് അവരോട് കാണിക്കുന്ന റഹ്മത്താണ്, അവരോട് കാണിക്കുന്ന കാരുണ്യമാണ്. പിന്നെ രണ്ടാമത് ഇതിൽ പറഞ്ഞ വേറൊരു വിഷയമാണ് എന്ത്, ഇക്വാലിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ വെച്ച 2 എക്സാമ്പിൾ, ഒന്ന് ഹൂറി ഇല്ല എന്ന് പറഞ്ഞതിന്റെ ഒപ്പം മദ്യപ്പുഴയുടെ കാര്യമാണ്. അപ്പൊ മദ്യപ്പുഴ ഹാസ് ആയിട്ടുള്ള അല്ല, അവർക്ക് മാത്രമായിട്ടുള്ള ഒരു കാര്യമില്ലല്ലോ. കാരണം ഇവര് എല്ലാത്തിലും ഈക്വാലിറ്റി പറയുന്ന ആൾക്കാർക്ക് എന്ത് പെണ്ണുങ്ങൾക്ക് മദ്യം കുടിച്ചൂടെ? അതെ 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 അതെ, ഹൂറിമാരെ നിങ്ങൾ കൂട്ടിക്കോ, പക്ഷെ നിങ്ങൾ ആ മദ്യപ്പുഴ അവര് കുടിക്കും കുറച്ച്, നിങ്ങൾ അതിലേക്ക് നിങ്ങൾ മെല്ലെ അത് ഞങ്ങൾ അലയിക്കിടാൻ നിൽക്കേണ്ടെന്ന് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഓൾറെഡി അഡ്രസ് ചെയ്ത വിഷയമാണ്, ഓൾറെഡി അഡ്രസ് ചെയ്തിട്ടുള്ള വിഷയം തന്നെയാണ് ഇത്, എന്നാലും ജസ്റ്റ് പറഞ്ഞു തന്നെ ഉള്ളൂ. പിന്നെ അടുത്തൊരു കമന്റ്, ഒന്നും ആലോചിക്കാതെ വിഴുങ്ങാനല്ലേ ബെസ്റ്റ് എന്ന്. അതായത് നമ്മളൊന്നും ആലോചിക്കണ്ട, അള്ളാഹു പറഞ്ഞാൽ സ്വീകരിച്ചാൽ മതി, അവിടെ വിഴുങ്ങിക്കോ. നമ്മൾ ഓൾറെഡി ഇത് അഡ്രസ് ചെയ്തിരുന്നു, നേരത്തെ പറഞ്ഞില്ലേ വിഷയം. ഓക്കെ. പിന്നെ അടുത്ത വേറൊരു ദേവരാജ് എന്ന് പറയുന്ന കമന്റ് അടിച്ചത്, അള്ളാഹുവിനെ എന്തിന് മനസ്സിലാക്കണം, മുഹമ്മദിനെ മനസ്സിലാക്കിയ പോലെ. മുഹമ്മദ് അല്ലേ അള്ളാഹുവിന് ദൈവത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു എന്ന് 5-6 ലൈക്ക് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര എക്സ്പേർട്ട് കമന്റ് ആണ്, നല്ല ലൈക്ക് കിട്ടി അദ്ദേഹത്തിന്. പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു കേട്ടോ. ഞാൻ അതിനോട് യോജിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു, അതായത് ഇപ്പൊ നമ്മൾ സ്കൂൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ പഠിപ്പിക്കുന്ന വിഷയം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പകുതിയോളം എത്തി. പിന്നെ ബാക്കിയുള്ള കാര്യമാണ് നെക്സ്റ്റ് ആ സ്കൂളിൽ പോയി പഠിക്കാന്നുള്ളത്. ആ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ച് ജീവിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹുവിനെ മനസ്സിലാക്കിയ ആ മനുഷ്യൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തേ, ഒരൊറ്റ ദൈവം ഉള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ അംഗീകരിച്ചു. നമ്മൾ നോമ്പ് അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞു. ഡെയിലി ലൈഫില് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ മനുഷ്യന് നന്മയുള്ള മനുഷ്യനായിട്ട് പറഞ്ഞു തോന്നുന്നു. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയാൽ തന്നെ അള്ളാഹുവിനെ നമ്മൾ ഉൾക്കൊള്ളാൻ പ്രാപ്തനായി എന്നുള്ളതാണ്. അതിനോട് ഞാൻ യോജിക്കുന്നു എന്നാണ് എന്റെ അഭിപ്രായം. അതെ, അത് യോജിക്കാവുന്ന കമന്റ് തന്നെയാണ്. കാരണം ആ രീതി ചിന്തിച്ചാൽ പോസിറ്റീവായി എടുത്താൽ യോജിക്കാവുന്ന കമന്റ്. അദ്ദേഹം നമ്മളെന്ന് ഇരുത്താൻ പറഞ്ഞതാണെങ്കിലും ഈ സാധനം ലോജിക്കലി ഇസ്ലാമികപരമായി നോക്കുകയാണെങ്കിൽ റസൂലിനെ അറിഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞു വന്ന ആൾക്കാരൊക്കെ നമ്മളെ ഇരുത്തുക എന്ന് പറഞ്ഞപ്പോഴാണ് ഇവര് പൊതുവെ നമ്മള് വിചാരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കമന്റുകൾ അടിച്ചു കഴിഞ്ഞാൽ ഇവരങ്ങ് ഇരുന്ന് പോകുന്നുള്ളതാണ്. ശാസ്ത്രത്തിൽ എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ മെസ്സേജ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നു, അതേപോലെ തന്നെ ഇവരുടെ സംസ്കാരവും അതേപോലത്തെ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള ആൾക്കാർ അറിയുന്നു എന്നുള്ളതാണ്. ഇവര് ഇരുത്തുക എന്നുള്ള ഉദ്ദേശത്തിന് ഇവർക്ക് ഉണ്ടാവുന്ന ഔട്ട്കം. ഭീഷണിയൊക്കെ ഉണ്ട്. കുറച്ചും വേറെ കമന്റ് തെറി വിളിക്കുന്ന കമന്റ് ഒക്കെ, ഞാൻ തെറി വിളിക്കുന്ന കമന്റ് ഞാൻ ഒരു വായിച്ചില്ലാന്നേ ഉള്ളൂ. കാരണം വെറുതെ നമ്മളങ്ങോട്ട്
പോയി പഠിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനിടക്ക് ഏറ്റവും എനിക്ക് ഇഷ്ടം തോന്നിയ, സ്നേഹം തോന്നിയ ഒരു കമന്റ് ഉണ്ട്. അതായത് അദ്ദേഹത്തോട് നന്ദി പറയാം. അതായത് ഞാൻ പ്രത്യേകിച്ച് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അഡ്രസ് ഇടുകയാണ്, ഞങ്ങളൊരു ഗിഫ്റ്റ്, ഞങ്ങളുടെ സംസാരം ടീമിലൊക്കെ ഗിഫ്റ്റ് അയച്ചാലും താങ്കൾക്ക് നല്ല കമന്റ് ഞാൻ പിൻ ചെയ്തൊക്കെ കമന്റ്, അടിപൊളി കമന്റ്, എനിക്ക് ഇഷ്ടമുള്ള കമന്റ് ആണ്. നല്ല ഒരു ഗുണകാംക്ഷയോടുള്ള കമന്റാണ്. പിള്ളേരെ പഠിക്കടാ, നീയൊക്കെ ചെറുപ്പമല്ലടാ, നിന്റെയൊക്കെ ഒരു ഗതികേട്, എന്തിനാ ഈ പഴയ സാധനം ചുമക്കുന്നത്, മനുഷ്യരെ പോലെ ജീവിക്കാം. പോലെ പഠിക്കാൻ പറയടാ നിന്നോട്. നിന്നെ കണ്ടിട്ട് നീ സ്കൂളിൽ നിന്ന് ഇറങ്ങിയെന്ന ഒരു അവസ്ഥയാണ്. നീ ഇപ്പൊ പല തിന്നിട്ട് തടി വെക്കാൻ നോക്കേ. അല്ല, എനിക്ക് തോന്നുന്നു അത് ഫോദിനെ കണ്ടിട്ട് പറഞ്ഞത് തന്നെയാണ് കേട്ടോ, ഒരു സംശയമില്ല. അതെ, ഉറപ്പാണ്. പോയിട്ട് പഠിക്ക്, കാലക്ഷരം പഠിക്ക്. നമ്മളെ സംബന്ധിച്ചിടത്തോളേ നമ്മളിത് പറയുന്നത് എന്തിനാണ്, ഇതെന്തിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്നാണ് ഇവര് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന്റെ ഒരു രത്ന ചുരുക്കം അതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദീനു അൻ നസീഹ എന്നാണ് ഞങ്ങൾ എപ്പോഴും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അടുത്ത കമന്റിലേക്ക് പോകും. എനിക്ക് പറയാനുള്ളത് ഫോദിനോട് തന്നെയാണ്, നന്നായിട്ടിരുന്ന് പഠിക്കണം, നന്നായിട്ടിരുന്ന് പഠിക്കണം. പിന്നെ ജുനൈദിന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞു, പിന്നെ ഞാനൊക്കെ പഠിക്കേണ്ട പ്രായം കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നമുക്ക് ഇനി പുതിയ കുട്ടികൾ വരാനി അവരെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഇത് ഈ കമന്റ് ഇട്ട ആളുകൾക്കും കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് അവരെ പഠിപ്പിച്ചു കൊടുക്കാം. നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, പഠിപ്പിക്കാനും പഠിക്കാനും ഒക്കെ അല്ലേ. ഫാസിൽക്ക് ആ ഹദീസ് പറഞ്ഞോ, എല്ലാരും പഠിക്കട്ടെ അല്ലേ, എല്ലാരും പഠിക്കട്ടെ. വെറുപ്പ്, അവര് ചുമക്കുന്ന വെറുപ്പ് നമ്മുടെ മനസ്സിലില്ല. നമുക്കിപ്പോ നമ്മുടെ മുന്നിൽ നിന്നൊരു യുക്തിവാദി പച്ചക്ക് നമ്മളെ തെറി വിളിച്ചാലും, നീ മുസ്ലിം അല്ലേടാ, അതല്ലേടാ, ഇതല്ലേടാ, നീ 72 ഹൂറികളെ കിട്ടാൻ നടക്കുന്നതല്ലടാ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇവരോട് വെറുപ്പ് ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല എന്ന് മാത്രമല്ല, വെറുപ്പ് ഉണ്ടാകാറില്ല അല്ലെ. നമ്മളെ സംബന്ധിച്ചോളം നസീഹത്താണ്, നസീഹത്തിന്റെ പുറത്താണ് നമ്മളിതൊക്കെ പറയുന്നത്. മതകം ഗുണകാംക്ഷ ആയതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. നിങ്ങൾ കൂടി നരകത്തിൽ എത്തരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത്. അടുത്ത പറഞ്ഞോ. എനിക്ക് പറയാനുള്ളത്, ഫഹദ് ഒന്ന് പറയണം. ഫഹദ് എട്ടാം ക്ലാസ്സിൽ, 8ാം ക്ലാസ് കഴിഞ്ഞു, 9ലേക്ക് കടക്കാൻ പോകുന്നു. പറയൂ, എങ്ങനെയാണ്? ഞാൻ ബിടെക് കഴിഞ്ഞു, അൽഹംദുലില്ലാ. ഇനിയിപ്പോ മാസ്റ്റേഴ്സ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. വേറെ എന്താ പരിപാടി? എന്തെങ്കിലും റിസർച്ച് ഒക്കെ ചെയ്യുന്നുണ്ടോ? അതെ, റിസർച്ചിലാണ്, ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ. അപ്പോ അല്ല, ഞാൻ സംശയം ഉണ്ടാവും, ഇതിന്റെ കാണും 8ാം ക്ലാസ് ആണോ 9ാം ക്ലാസ് എന്നുള്ളത്. മദ്രസ പൊട്ടന്മാരാണോ നോക്കി വെച്ചോ, ഭാവിയിലെ സയന്റിസ്റ്റ് ആയിട്ട് ചിലപ്പോ കാണാം. ഇൻഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, തബാറകല്ലാഹ്. അപ്പൊ ഇനി അടുത്തൊരു കമന്റ്, അടുത്ത മനോഹരമായ കമന്റ് ആണ്. ഒരു പെണ്ണിന് മറുപടി കൊടുക്കാൻ 3 ആണുങ്ങൾ, കൂട്ടത്തിലൊരു പെണ്ണ് പോലുമില്ല എന്ന് ചിരിക്കുന്ന കമന്റ് ഒക്കെ ഉണ്ട്. നമ്മളിവിടെ പെണ്ണാണോ ആണാണോ നോക്കിയിട്ടാണോ ഇവിടെ ഇരുന്നിട്ട് ചെയ്യണത്? എനിക്ക് മനസ്സിലായി. അല്ലെ, എനിക്ക് ഇവര് ഈ ലിംഗസമത്വത്തിനും ലിംഗമില്ല എന്ന് പറയുന്നതുമായിട്ടുള്ള ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു മറുപടിയാണോ ഇത്? ഒരു പെണ്ണിന് മറുപടി കൊടുക്കാൻ 3 ആണ്. എന്താ അത്? എന്തെങ്കിലും ആണുങ്ങൾക്ക് വല്ല മഹത്വവും കൂടുതലുണ്ടോ ഇവരുടെ? എനിക്കറിയില്ല. ഞങ്ങൾ വിശ്വാസികൾ സാധാരണ മുസ്ലിങ്ങളാണ്, ഞങ്ങൾക്ക് ആണുങ്ങൾക്ക് പ്രത്യേക മഹത്വമൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ 4 ആണിരുന്നാലും 10 പെണ്ണിരുന്നാലും ഒക്കെ ഒന്ന് തന്നെയാണ്. ആ കമന്റ് ഒന്നുകൂടെ എടുത്തെടുത്ത് വായിക്കട്ടോ, കാരണം നീ പറഞ്ഞ സാധനത്തിൽ എത്തും. ഒരു പെണ്ണിന്, നിങ്ങൾ ആലോചിക്കുക, ഒരു പെണ്ണെന്ന് വാക്കോട് ഉപയോഗിച്ചു, മറുപടി കൊടുക്കാൻ 3 ആണുങ്ങൾ. ഇവിടെ ആരെ തീരുമാനിക്കുന്നത്? ആ സ്ത്രീ സ്വയം അവര് സ്ത്രീയാണെന്ന് ഐഡന്റിഫൈ ചെയ്തോ? എനിക്ക് അതിനകത്തേ എനിക്ക് ചിരി വരുന്നത്, ഒരു പെണ്ണെന്ന് പറഞ്ഞ ഒരു നിസ്സാര കാര്യമാണോ? എനിക്ക് മനസ്സിലാകും. ഒരു പെണ്ണിന് മറുപടി 3 ആണുങ്ങൾ, ഈ സാധനമാണ്. 3 ആണുങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇവിടെ സംഭവിക്കുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ 10 ആണുങ്ങൾ എന്തെങ്കിലും സംഭവിക്കുമോ? അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലിംഗവറി എന്ന് പറയില്ല, അതായത് മറ്റേ ഒരു റേസിസം പോലെ തന്നെ ആൺ പെൺ വ്യത്യാസങ്ങൾ ഇരുന്നു കൊണ്ട് ആണുങ്ങൾ എന്തോ പ്രിവിലേജ്ഡ് പേഴ്സൺ ആണ്, പെണ്ണുങ്ങൾക്ക് പ്രിവിലേജ് ഇല്ല. അതുകൊണ്ട് ഇതുപോലെ സംസാരിക്കുന്ന ഈ ലിബറൽ അമ്മച്ചിമാരില്ലേ, ആ പറയുന്ന ഡയലോഗ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് ഈ എന്താ പറയാ, സ്ത്രീ വിരോധിയായ ഇയാളുടെ കമന്റ് ദയവ് ചെയ്ത് ജുനൈദ നീ എടുക്കരുത്, ഞാൻ എടുക്കുന്നില്ല. അല്ല, ഇതെന്ത് വൈബ്? തന്ത വൈബാണോ? ഒരു പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ പറ്റുമോ? പിന്നെ ഇവർക്ക് ആഗ്രഹം ഉണ്ടാവും നമ്മളുടെ കൂടെ കുറച്ച് ഗേൾസ് ഒക്കെ ഇരുന്നിട്ട് അങ്ങനെ കാണാൻ. തൽക്കാലം നിങ്ങള് അത് പ്രതീക്ഷിക്കണ്ട. അല്ല, ഇവര് വിചാരിക്കുന്നതുണ്ടല്ലോ അവര് വിചാരിക്കുന്ന നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാം റീൽസിന്റെ ഒക്കെ സ്ട്രാറ്റജി അറിയാലോ. പെണ്ണുങ്ങൾ ഒരു കാക്കയുടെ ഫോട്ടോ ഇട്ട് വെച്ചാൽ പോലും ലൈക്ക് റീച്ചും കിട്ടും, ആണുങ്ങൾ ഇട്ടൊന്നും കിട്ടില്ല. നമുക്ക് റീച്ച് ലൈക്ക് ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പടി ഈ വീഡിയോ ഒക്കെ 10 പേര് കാണുള്ളൂ, 10 പേര് കണ്ടാൽ മതി. പെണ്ണുങ്ങൾ ഇരുന്ന് നമുക്ക് റീച്ച് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല.
നമ്മൾ അളിയന് വേണമെങ്കിൽ ഈ കമന്റ് ഇട്ട അണ്ണന് വേണമെന്നുണ്ടെങ്കിൽ വീട്ടില് പെണ്ണുകുട്ടികളെയൊക്കെ ഇരുത്തിക്കൊണ്ട് അളിയനും വേണ്ടപ്പെട്ട ആൾക്കാരും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഇരുത്തി വീഡിയോ ഒക്കെ ചെയ്ത് റീച്ച് കൂട്ടിക്കാം. നമുക്ക് റീച്ച് കൂട്ടാന്നുള്ള ഉദ്ദേശമല്ല, നമുക്ക് കാണേണ്ട ആൾക്കാർ നമുക്ക് പറയാൻ പറ്റുന്ന പോലെ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർ ഫ്രീ ടൈം കിട്ടുമ്പോൾ അവർ ചെയ്യുന്ന ഞങ്ങളുടെ എന്താ പറയാ മതപരമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സമയം നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമാണ്. അതിനകത്ത് പെണ്ണുങ്ങൾ ഉണ്ടായില്ല നിർഭാഗ്യവശാൽ. ഇൻഷാ അല്ലാഹ് നമ്മുടെ പെൺകുട്ടികൾ മാത്രമുള്ള ഏതെങ്കിലും ക്ലാസ്സുകൾ നടത്തണം എന്ന് നമുക്ക് തോന്നിയാൽ അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ക്ലാസ് നടത്താം. ഇത്തരം വിഷയങ്ങൾ പെൺകുട്ടികൾ മാത്രം സംസാരിക്കേണ്ടതാണെങ്കിൽ അപ്പൊ നോക്കാം. ഈ അതായത് അമ്മാവൻ എഫക്ട് എന്ന് പറയൂലേ, ഒരു അമ്മാവൻ ഇരുന്നിട്ട് പറയും ഒരു പെങ്കൊച്ചിനോട് സംസാരിക്കാൻ 3 ആണുങ്ങളോ, ഈ ഡയലോഗാണ് സത്യത്തിൽ അളിയൻ ഉദ്ദേശിച്ചത്. സത്യത്തിൽ ഇതിനൊക്കെ എന്താ പറയാ, ദയവ് ചെയ്ത് നിങ്ങൾ ഈ കമന്റ് ഇട്ട ആള് ഒരിക്കലും പെൺകുട്ടികൾ ഉള്ള സ്ഥലത്ത് പോയി സംസാരിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം അവിടെ പോയിട്ട് ഏതെങ്കിലും 3 ആൺപിള്ളേരിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു പെൺകൊച്ചിരിക്കുന്നിടത്ത് 3 ആൺകുട്ടികൾ ഇരിക്കുന്നോ എന്ന് ചോദിക്കുന്ന മാനസിക വൈകൃതമായിട്ട് മാറും. അതുകൊണ്ട് ഞാൻ ജുനൈദിനോട് പറഞ്ഞത് ഇതുപോലുള്ള ആൾക്കാരൊക്കെ തള്ളിക്കളഞ്ഞേക്ക്, അത്രേ ഉള്ളൂ. അല്ലെ, പെണ്ണിനെ നിസ്സാരവൽക്കരിക്കുന്ന സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഇത്തരം കമന്റുകൾ നമ്മൾ എടുക്കാൻ പാടില്ലായിരുന്നു. എന്റെ ഭാഗത്തുനിന്ന് തെറ്റാണ്, ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇത് അത്തരം കമന്റുകൾ എടുക്കുന്നതല്ല. ഫാസിലിക്ക, ഈ കമന്റിനെ കുറിച്ച് എന്തിനു പറയാനുണ്ടോ? ഏറ്റവും അവസാനമായിട്ട് എന്തിനുണ്ട് പറയാനായിട്ട് പറഞ്ഞോളൂ. ഇല്ല അടുത്ത വെച്ചോ. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോസിന്റെ കമന്റ് അത്യാവശ്യം ഞാൻ തീർത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ ഒരു വീഡിയോന്റെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ഫ്യൂച്ചറിൽ ഇതിന് 2 വീഡിയോസിന്റെ കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് കാരണം ഇപ്പൊ ഒരു പബ്ലിക് റിയാക്ഷൻ വീഡിയോ ഉണ്ട്, അല്ലെങ്കിൽ പബ്ലിക് റെസ്പോൺസ് വീഡിയോ ഉണ്ട്. അതേപോലെ തന്നെ രവിചന്ദ്രന്റെ ഫാൻസികളെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ഇതിൽ രണ്ടിനും വളരെ മോശം രീതിയിലുള്ള കമന്റ്സ് വന്നിട്ടുണ്ട്. ചില കമന്റുകൾ നമുക്ക് അഡ്രസ് ചെയ്യേണ്ട കമന്റുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് അതും കൂടി ഒന്ന് അഡ്രസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് അതാവട്ടെ നമ്മളുടെ ഒരു അടുത്ത ടോപ്പിക് ഇൻഷാ അല്ലാഹ്. സമയം ഉണ്ടാകുമ്പോൾ ചെയ്തു. ഓൾറെഡി 1 hour കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാനിപ്പോ ഏകദേശം 1 hour അടുത്തായി തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോ അത് നിർത്തുമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, ഫുഹദ് വല്ലതും ആഡ് ചെയ്യാനുണ്ടോ? നമുക്ക് ആകെ അവസാനമായിട്ട് പറയാനുള്ളത്, നമ്മളിൽ നിന്ന് എന്തെങ്കിലും അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളിൽ നിന്ന് ശൈത്താനിൽ നിന്ന് മാത്രമാണ്. അതിന് അള്ളാഹു അവന്റെ ദീനും അതിൽ യാതൊരു പങ്കും ഉണ്ടായിരിക്കില്ല. ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി വലക്കും അസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പിന്നെ ബാങ്ക് കൊടുത്തു തോന്നുന്നു നാട്ടിലല്ലേ? സമയമായിട്ടുണ്ടാവും, നിസ്കരിക്കാൻ സമയമായിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.